أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل نعم المولى ونعم النصير. ബഹുമാന്യരായ പണ്ഡിത മഹത്തുക്കളെ, അഭിമന്യ സുഹൃത്ത് രാമന്തളി സാഹിബ് അവർകളെ, ഈ സമസ്തയുടെ ആദർശ വിശദീകരണ സമ്മേളന വേദിയിൽ സംഗമിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സുഹൃത്തുക്കളെ, ആമുഖങ്ങളൊന്നും പറയാതെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഇതിന്റെ എ ടു സെഡ് വരെയുള്ള വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇനി ചില നേർക്കാഴ്ചകളാണ് നിങ്ങൾ ഈ സദസ്സിൽ ആഗ്രഹിക്കുന്നത്. ആ വിഷയത്തിൽ ചില വിഷയങ്ങൾ മാത്രം ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ആ പരിശുദ്ധമായ ദീനിന്റെ നിലനിൽപ്പ് മാറ്റിത്തിരുത്തലുകളും മാറ്റിമറിക്കലുകളും ഇല്ലാതെ അങ്ങനെ തന്നെ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കണം എന്നാണ് നാം ആഗ്രഹിക്കുന്നത്. ഇത് പടച്ചറബിന്റെ മതമാണ്. ഇതിന്റെ നിയമങ്ങൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. ഇതിന്റെ വിധിവിലക്കുകൾ ഉണ്ടാക്കിയത് അല്ലാഹുവാണ്. ഈ ദീനിന്റെ നിയമങ്ങളും തത്വസംഹിതകളും ഏതു രൂപത്തിൽ ആവണമെന്ന് പടച്ചറബാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ പടപ്പുകൾക്ക് കൈകടത്താൻ യാതൊരു വിധത്തിലുള്ള അവകാശവുമില്ല എന്നത് ഏവർക്കും വളരെ വസ്തുനിഷ്ഠമായി അറിയാവുന്ന വിഷയമാണ്. ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടിയോ പണത്തിന്റെ മേന്മയ്ക്ക് വേണ്ടിയോ പടച്ചവന്റെ ദീനിനെ ചില ഭാഗത്ത് കണ്ടില്ലെന്ന് നടിക്കാൻ നമ്മൾക്ക് കഴിയില്ല. ഇവിടെ നമ്മൾ മഹാഭാഗ്യവാന്മാരാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ നിലനിർത്താൻ വേണ്ടിയാണ് നാം ഈ കഷ്ടപ്പാടുകളൊക്കെ നടത്തുന്നത്. അതിനുവേണ്ടിയാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചിട്ടുള്ളത്. അതിനു വേണ്ടിയാണ് നമ്മുടെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ ആദർശ വിശദീകരണ സമ്മേളനങ്ങൾ നടക്കുന്നതുകൊണ്ട് എല്ലാ വിഷയങ്ങളും വളരെ സവിസ്തരമായി പലപ്പോഴും നമ്മൾ കേട്ടിട്ടുള്ളവരാണ്. പല ആളുകളും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഇത്തരം പരിപാടികൾ നമ്മൾ നടത്തുന്നത്, എന്തിനാണ്? നമ്മൾക്കറിയാം, കാലാകാലങ്ങളായി കേരളത്തിന്റെ മണ്ണിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസങ്ങളെ തകർക്കാൻ വേണ്ടി പല പേരുകളിലും പല രൂപങ്ങളിലായി പല കക്ഷികൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അത് കള്ളത്വരീഖത്തുകൾ ത്വരീഖത്തിന്റെ പേരിൽ ഇവിടെ വന്നിട്ടുണ്ട്. കള്ള ശൈഖുമാർ ഇവിടെ വന്നിട്ടുണ്ട്. ഞങ്ങൾ അള്ളാഹുവിന്റെ ഏറ്റവും അടുത്ത ആളുകളാണ് എന്ന് അവകാശപ്പെട്ട് പല ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. ഇവരെയൊക്കെ സമുദായത്തിന്റെ മുമ്പിൽ തുറന്നു കാണിച്ച് പരിശുദ്ധമായ ദീനിന്റെ ലേബിളിൽ നിന്ന് ഇവർ പുറത്താണെന്ന് പറയാൻ ഇവിടെ സംഘടന വേണ്ടേ? അതിന് ഉത്തരവാദപ്പെട്ട പണ്ഡിതന്മാർ അതിന് നേതൃത്വം നൽകണ്ടേ? അതുകൊണ്ടാണ് ഇവിടെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകൃതമായതും നാളിതുവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും. ഇവിടെ ആരോടും വ്യക്തിപരമായ വിദ്വേഷമോ ആരോടും സംഘടനാപരമായ വൈരാഗ്യമോ ഇവിടെ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല കേരളത്തിന്റെ അവസ്ഥ, മറ്റൊന്നാകുമായിരുന്നു. ഇവിടെ ഈ മഹിതമായ സംഘടന മാറിപ്പോയ ബഹുമാനപ്പെട്ട കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ, അദ്ദേഹം പരിശുദ്ധമായ ദീനിനെതിരായി നാളിതുവരെ നമ്മൾ വിശ്വസിച്ചു പോകുന്ന വിശ്വാസങ്ങൾക്ക് കടകവിരുദ്ധമായി പല വിഷയങ്ങളും ഇവിടെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇത് പാടില്ല, ഇത് അരുതായ്മയാണ് എന്ന് പറയുന്ന ദൗത്യമേ നമ്മൾ നിർവഹിച്ചിട്ടുള്ളൂ.
അത് ഇന്നലെയോ തുടങ്ങിയതല്ല. സമസ്തയുടെ ആദ്യകാല ചരിത്രം മുതൽ കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ കാലാകാലങ്ങളായി ഇവിടെ വന്നിട്ടുള്ള ആളുകൾക്കെതിരെ, ബിദ്അത്തിനെതിരെ, മറ്റുള്ള കക്ഷികൾക്കെതിരെ ഇങ്ങനെയുള്ള നിലപാടുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വളരെ വ്യക്തമായി കാര്യം ഓർമ്മപ്പെടുത്തുന്നത്. ഇത്തരം വിഷയങ്ങൾ നിഷ്പക്ഷമായി ചിന്തിക്കാനും അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാനും നാം തയ്യാറാകണം. ഇവിടെ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ലാബിൽ പ്രവർത്തിക്കുന്നവർ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സമയമാണിത്. മോനെ 33 ഇവിടെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. കാരണം പരിശുദ്ധമായ ഖുർആനും തിരുസുന്നത്തും ദുർവ്യാഖ്യാനം ചെയ്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിനെ വികലമാക്കിക്കൊണ്ടിരിക്കുന്ന ബിദ്അത്തിന്റെ കക്ഷികൾ പല പേരുകളിലായി ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അവർ ജിന്നിന്റെ വിഷയമാണെങ്കിലും, പിശാചിന്റെ വിഷയമാണെങ്കിലും, മാനമൗലിദിന്റെ വിഷയമാണെങ്കിലും, മരിച്ചോട് പാർക്കുന്ന വിഷയമാണെങ്കിലും, മാല, മൗലിദ്, യാലസ്, ഉറുക്ക്, പിഞ്ഞാണമാറ്റ് ഏത് വിഷയത്തിലാണെങ്കിലും ശരി, പരിശുദ്ധമായ ദീനിന്റെ അടിസ്ഥാനപരമായ മാർഗത്തിൽ നിന്നും മാറി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബിദ്അത്തുകാരെ ആദർശപരമായി അടിച്ചമർത്തേണ്ടുന്ന ബാധ്യത അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസികളിൽ സംക്ഷിപ്തമാണ്. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ അവർക്കെതിരെ ആദർശപരമായി ഒത്തൊരുമിച്ചു നിൽക്കേണ്ടുന്ന നമ്മൾ ഈ രൂപത്തിൽ കലഹിക്കുന്നത് എന്തിനാണ് എന്നാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. അപ്പൊ ചില ആളുകൾ പറയും, കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ ഒരു മുടി കൊണ്ടുവന്നാൽ, അല്ലെങ്കിൽ 2 മുടി കൊണ്ടുവന്നാൽ, എത്രയാണോ അത്ര മുടി കൊണ്ടുവന്നാൽ അയാളും അദ്ദേഹം ആ മുടിയായിട്ട് പോയിക്കോട്ടെ, എന്തിനാണ് നിങ്ങൾ അദ്ദേഹത്തിന്റെ പിന്നാലെ കൂടുന്നു എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അത് കേട്ടാൽ തോന്നൊരു നല്ലൊരു ഇസ്തിരിട്ട വർത്താനാന്നൊക്കെ തോന്നും. നമ്മൾക്കും ചോദിക്കാനുള്ളത് അത് തന്നെയാണ്. ഇവർ അദ്ദേഹം കൊണ്ടുവന്ന മുടി അത് വെറും ഒരു മുടി മാത്രമാണ്, മുത്തലക്കൻ മുടിയാണ്. ഇന്നാളിലേക്ക് ഞാൻ നിസ്ബയാക്കി പറയുന്നില്ല, ചേർത്തി പറയുന്നില്ല. എന്റെ പക്കലിതാ എനിക്ക് ഈ വിശ്വാസമുള്ള സറഫാക്കപ്പെട്ട അല്ലെങ്കിൽ ബർക്കത്തെടുക്കാൻ പറ്റുന്ന മുടി എന്റെ കയ്യിലുണ്ട് എന്നദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. പക്ഷേ ഈ മുടി നമ്മൾ ആചരിക്കുന്ന കരളിന്റെ കഷ്ണമായ സയ്യിദുൽ വറ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേതാണെന്ന് പറയുമ്പോ ആ നബി തങ്ങളെ പ്രവാചകനായി അംഗീകരിക്കുന്ന നമ്മൾക്ക് ചെറിയൊരു ചോദ്യം ചോദിക്കാനുള്ള മൗലികമായ അവകാശമല്ലേ? നിങ്ങളിത് നബിയുടേതാണെന്ന് പറയുമ്പോൾ പ്ലീസ്, എന്താണ് ഇതിന്റെ തെളിവെന്താണ്? ഇത് നബിയുടേതാണെന്നതിന് എന്ത് തെളിവാണ് നിങ്ങളെ പക്കലുള്ളത്? അതല്ലേ നമ്മൾ ചോദിച്ചിട്ടുള്ളൂ. ആ ചോദ്യത്തിന് ഇന്നുവരെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ഇത് രാഷ്ട്രീയക്കാരെ ചർച്ച ചെയ്യാൻ തുടങ്ങി, നിരീശ്വരവാദികൾ ചർച്ച ചെയ്യാൻ തുടങ്ങി, രാഷ്ട്രീയക്കാരുടെ വേദികൾ ചർച്ച ചെയ്യാൻ തുടങ്ങി. പരിശുദ്ധമായ ദീനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചില മുടിയും പൊടിയുമാണെന്ന് പലരും തെറ്റിദ്ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ വസ്തുത മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ്. നോക്കൂ നിങ്ങൾ, ബിദ്അത്തിന്റെ കക്ഷികൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരിൽപ്പെട്ടതാണല്ലോ ഡോക്ടർ കെ സക്കരിയ സ്വലാഹി. അദ്ദേഹം പറയാണ്, മുജാഹിദ് പ്രസ്ഥാനത്തിലെ ആളുകൾ ഇന്ന് കലിമത്ത് തൗഹീദ് 2ാമത് ചെല്ലേണ്ട ഒരവസ്ഥയിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് 2ാമത് ചെല്ലേണ്ടത്തേക്ക് മുജാഹിദ് പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടുണ്ട് എന്ന് വളരെ വേദനാജനകമായ ഭാഷയിലാണ് സക്കരിയ സ്വലാഹി എന്ന് സമുദായത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ ആശയങ്ങളിലും ആദർശങ്ങളും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുന്നു അവർ. അവരുടെ ഭാഗത്തവർ ഇരുത്തേണ്ടത് ആദർശപരമായി നമ്മുടെ ബാധ്യതയാണ്. ഇവിടെ നമ്മൾ ഈ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്നത് മഹാപാതകമാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ആ വിഷയം സക്കരിയ സ്വലാഹി എന്ന് പറയട്ടെ. ഒരു പ്രശ്നമല്ല. ക്ലിപ്പിൽ ഡിലേ വേണ്ട, ഇതിൽ ഡിലേ വേണ്ട, ഡിലേ വേണ്ട. മോനെ തൽക്കുന്നത് ഡോക്ടറും എഞ്ചിനീയറൊക്കെ കൂട്ടുകാരന്റെ തൊട്ടാണ് നിൽക്കുന്ന ബർബോർഡിട്ടിട്ട് അങ്ങാടിക്ക് കണ്ണടയ്ക്കുക. ഒരു പ്രശ്നമല്ല. അത് ഇംഗ്ലീഷുകാർ കൊണ്ടുവന്നതാ. അല്ലാഹുവിന്റെ റസൂൽ നിസ്ബത്താക്ക് വരെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് അധികം മനസ്സിലായി. നമ്മളെയൊക്കെ അശ്വത മുഹമ്മദ് റസൂൽ എന്ന ഷഹാദത്ത് 2ാമത് ചെല്ലേണ്ട നിഷേധത്തിലേക്കാണ് നമ്മൾ ആളുകൾ പോണത്. അവരുടെ ആളുകൾ തന്നെ ഷഹാദത്ത് കലിമ 2ാമത് ചൊല്ലേണ്ട നിഷേധത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് അവരുടെ നേതാക്കന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ബാക്കി കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളല.
സാധാരണക്കാർ മൗലിമാര് തള്ളും. മൗലിമാരോട് പറയാൻ പേടി. കാരണം സാധാരണക്കാർ അത്ര തള്ളൂല. അല്ലാതെ റസൂൽ അങ്ങനെ പറഞ്ഞില്ലേ, ഒന്നൊന്ന് പേടിക്കണ്ടേന്. മറ്റവരെ എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. ഇപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാസുല്ലമി പഠിപ്പിച്ചിരിക്കണേ. ബുദ്ധിക്ക് യോജിക്കാത്ത അതീതൊക്കെ തള്ളുക, പുറംകാരോട് തട്ടുക, അല്ലേ? സഹീഹായ ഹദീസ് റസൂലിന് നേരിട്ട് വന്ന് പറഞ്ഞിരിക്കുന്നത് നിഷേധിക്കാൻ പറ്റും. അള്ളാഹുവിന്റെ റസൂൽ നേരിട്ട് വന്ന് മുഹമ്മദ് നബി പറഞ്ഞ അതുപോലെ തന്നെ സഹീഹായ ഹദീസിൽ ഒരു കാര്യം കണ്ട അത് ചെയ്തില്ലെങ്കിൽ, അത് പാലിച്ചില്ലെങ്കിൽ നമ്മുടെ ഷഹാദത്ത് പൊളിഞ്ഞു എന്നാണ്. റസൂലുള്ളാഹിയുടെ ഹദീസ് കണ്ടാൽ തങ്ങളുടെ വിശ്വാസങ്ങൾക്ക് യോജിക്കുന്നില്ല എന്ന് കണ്ടാൽ ആ ഹദീസുകൾ തള്ളിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അതിനവർക്ക് പ്രശ്നമില്ല. ബുഖാരി മന്ത്രിക്കണമെന്നതിന് അനുകൂലമായ ഒരു ഹദീസ് കണ്ടാൽ ആ ഹദീസ് അങ്ങോട്ട് തള്ളുക. മന്ത്രത്തിന് അനുകൂലമായ ഹദീസ് കണ്ടാൽ ആ ഹദീസ് അങ്ങോട്ട് തള്ളുക. തങ്ങളുടെ ആശയങ്ങൾക്ക് അനുസൃതമായ ഹദീസുകൾ മാത്രം സ്വീകരിക്കുകയും അല്ലാതെ തള്ളിക്കളയുകയും ചെയ്യുന്ന ഒരു പുതിയൊരു മതമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. മാത്രമല്ല, ഇവരുടെ നേതാവിന്റെ പ്രസംഗം നിങ്ങൾക്ക് കേൾക്കാം. ഞാൻ അതുകൂടി പറഞ്ഞിട്ട് ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. എന്താണ് അദ്ദേഹം പറയുന്നത്? അവരുടെയൊക്കെ ജഹാലത്തിന്റെ വലുപ്പം, വിവരക്കേടിന്റെ വലുപ്പം സാന്ദർഭികമായിട്ട് പറയാൻ. പഴയ കാലത്തൊക്കെ നാട്ടിലൊരു മുജാഹിദുകാരനുണ്ടെങ്കിൽ പത്താനുള്ള വാപ്പാന്റെ മോന്നറക്കും പോലെ നടന്നീനത്. ഇതൊരു മുജാഹിദുകാരുണ്ടെങ്കിൽ അടക്കക്കട്ട കള്ളം പോകും പോലെ പോകുന്നത്. കാരണം ആ കോലത്തിൽ ആ പ്രസ്ഥാനം എത്തിപ്പെട്ടിട്ടുണ്ട്. പെയിന്റിംഗുകാർ ഒഴിവാക്കിയ ബ്രഷ് പോലത്തെ കൂസം താടും വെച്ച് നടക്കാന്നല്ലാതെ പരിശുദ്ധമായ ദീനിന്റെ ബോധപാഠം പോലും അറിയാത്ത ഈ ആളുകൾ ദീൻ പറയാൻ നടക്കാൻ. KNMന്റെ വലിയൊരു നേതാവ് അയാളിങ്ങനെ പ്രസംഗിക്കുമ്പോ അയാൾ പരിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിട്ട് തന്നെയാണ് സാധു പ്രസംഗിക്കുന്നത്. എന്നിട്ട് പറയാണ്, അള്ളാഹുവിന്റെ പ്രവാചകന്മാരിൽ ലൂത്ത് നബിയുടെ കാലത്ത് ഇവിടെ വമ്പിച്ച ജലപ്രളയമുണ്ടായി. നമുക്ക് മനസ്സിലായോന്നറിയില്ല. ഏത് നബിന്റെ കാലത്ത് അവിടെ പ്രളയം ഉണ്ടായത്? ഒന്ന് സഹസ് പറയട്ടെ, ഏത് നബിന്റെ കാലത്താ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലത്താണ്. ഇയാൾ പറയാണ് ലൂത്ത് നബിന്റെ കാലത്താ വെള്ളപ്പൊക്കം ഉണ്ടായത്. ആ ബാക്കിന്ന് വേറെ മൗലവിമാര് ചന്തിക്ക് തോന്നിയിട്ട് പറഞ്ഞു, മന എനിക്ക് പേച്ചുക്കണു, നൂഹ് നബിന്റെ കാലത്താണ്. അപ്പൊ ഇയാളല്ല പറയാണ്, അങ്ങനെയല്ല, ലൂത്ത് നബിന്റെ കാലത്ത് തന്നെയാണ്. ഏതായാലിരിക്കട്ടെ, അയാൾ നമ്മളെ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ പ്രസംഗിക്കുന്നത്. അവസാനം പരിശുദ്ധമായ മൗലിദ് കിതാബില് മങ്കൂസ് മൗലിദ് ഇങ്ങനെ അതിലെ ഹദീസ് ഇങ്ങനെ ഓതിയിട്ട് നമ്മൾ പരിഹസിക്കാൻ വേണ്ടിയിട്ടാണ് സാധു ഓതുന്നത്. അങ്ങനെ ഓതി വസ്താസബിഹി നൂഹ് അലൈഹിസ്സലാം വസ്താസബിഹി. അങ്ങനെ നബി തങ്ങൾ സഹായം ചോദിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിനോട് സഹായം ചോദിച്ചു. ഇതിന് നൂഹെന്നാണല്ലോ ഇല്ലേ? അയാളെ ഏർപ്പാടൊക്കെ ഒന്ന് കണ്ടോളി. ഇസ്ലാമിന്റെ കാലത്ത് ഗംഭീരമായ ജലപ്രളയം, തൂഫാനുണ്ടായി, വെള്ളപ്പൊക്കമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെപ്പറ്റി പറയുന്നെന്താ? വനജ്ജൈനാഹു വഅഹ്ലഹു മിനൽ കർബിൽ അലീം. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെയും ആ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ അഹ്ലുകാരെയും നജ്ജൈനാ, നമ്മളാണ് രക്ഷപ്പെടുത്തിയത്. ഖുർആനിൽ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ ലൂത്ത് നബി അല്ലട്ടോ, നൂഹ് നബി അലൈഹി അല്ല, ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. അങ്ങനെ തന്നെ ഇയാൾക്കൊക്കെ വല്ല പാറ പൊട്ടി സംഭവിക്കൂടെ? 2ാം ക്ലാസ്സിലെ സമസ്തന്റെ 2ാം ക്ലാസ്സിലെ മദ്രസ പഠിച്ച കുട്ടികളെ ഇൽമു പോലും ഇല്ല. ഇയാളവ സംസ്ഥാന നേതാവ്, ബാക്കിയാണ് ഖിയാസാക്കിയാൽ മതി. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തൂഫാൻ ഉണ്ടായത്. ലൂത്ത് നബി അലൈഹി ഇസ്ലാമിനെ നമ്മളാണ് രക്ഷിച്ചത്. അദ്ദേഹത്തിന്റെ അയൽക്കാരെ നമ്മളാണ് രക്ഷിച്ചത് എന്ന് പടച്ചോൻ പറയാം. ഒരായത്തിലല്ല, വേറെ ആയത്തിൽ ഉസ്താദന്മാരെ, ആലിമീങ്ങളെ, ഉസ്താദന്മാരെ ഒന്ന് മനസ്സ് തുറക്ക്. ഞങ്ങൾ മനസ്സ് തുറന്നോണ്ട് നിങ്ങൾ ഈ കോലത്തിലായത് പറയട്ടാണ്ട്. ലൂത്തനബിഅലൈഹിസ്സലാമിനെയും ആ കപ്പലുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും നമ്മളാണ് രക്ഷിച്ചത്. അല്ലാഹു ഖുർആനിൽ പറയാ. ഇത് നമ്മൾ വിശ്വസിക്കണ്ടേ? അത് നമ്മൾ വിശ്വസിക്കണം. കാരണം അങ്ങനെ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടില്ല. പറയാത്തിപ്പോ നമ്മൾ വിശ്വസിക്കാൻ പറ്റൂലല്ലോ. വിശ്വസിക്കണം. വിശ്വസിച്ചാൽ മുഅ്മിനാണ്, വിശ്വസിച്ചില്ലെങ്കിലോ കാഫിറ. ഇതിന്റെ വിപരീതം വിശ്വസിച്ചാലോ തനിച്ച കാഫിറാണ്. അല്ലേ? എന്നാൽ കേട്ടോ, ഇനി അയാള് മൗലിക കിതാബാണ് ഓതുന്നത്. അതിനെങ്കിൽ തിരിയട്ടെ എന്ന് എഴുതിയിട്ടായിരിക്കും പോട്ടേണ്ട്. മുഹമ്മദ് നബിനോട് സഹായം തേടി നൂഹ്
സോറി, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ എന്റെ തൂറി എന്ന് പറഞ്ഞാൽ മതിയോ? എന്ത് തൂറി? നബി തങ്ങളെ കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാരുടെ ചരിത്രം പോലും അറിയാതെ വെള്ളപ്പൊക്കം ഉണ്ടായത് നൂഹ് നബിന്റെ കാലത്താണ് പറഞ്ഞു കൊടുത്തിട്ട് പോലും അയാൾ തിരുത്തിയില്ല. പറയട്ടെ, കേട്ടോ, കുറെ ദിവസമായി പരിപാടിക്കൊന്നും പോലില്ല, വലിയ വയസ്സനായി, 10 വയസ്സോളായി. അങ്ങനെ വയസ്സയക്കണമെങ്കിൽ പേരെ കുട്ടികൾക്ക് ചൊളാണ്ടും കൊടുത്ത് പേരിലാണ് കൂടിക്കളി. ഈ പണിക്ക് നടക്കണോ? അള്ളാന്റെ ദീനിന്റെ ദഅവത്തിൽ നടക്കേണ്ടത് വിവരമുള്ള ആലിമീങ്ങളാണ്. നിങ്ങളാണ് അഹ്ലുസുന്നയുടെ വിശ്വാസത്തെ വികലമാക്കി ചിത്രീകരിക്കുന്നത്. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള വിവരമില്ലാത്ത സംസ്ഥാന നേതാക്കന്മാർ ഉൾക്കൊള്ളുന്ന വിഭാഗത്തിന്റെ കക്ഷികളെ ഒരു ഭാഗത്ത് ആദർശപരമായി തളച്ചിടാൻ നമ്മുടെ ബാധ്യതയാണ്. ഒത്തൊരുമിച്ച് നിൽക്കേണ്ടവരാണ്. ഇങ്ങനെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ട നമ്മൾ എന്തിനാണ് ഈ രൂപത്തിൽ ഭിന്നിച്ചു പോയിട്ടുള്ളത്? ഞാൻ ചോദിക്കട്ടെ, 1926 ജൂൺ 26 രൂപീകൃതമായിട്ടുള്ള മഹദമായ സമസ്തകാല ജംഇയ്യത്തുൽ ഉലമ, നമ്മൾക്കറിയാതെ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി സയ്യിദ് അബ്ദുറഹ്മാൻ ബഹലവി വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ സംഘടനയുടെ ഒന്നാമത്തെ പ്രസിഡന്റാണ് 933 വരെ. 933 മുതൽ 945 വരെ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. മഹാന്റെ വഫാത്തിന് ശേഷം 45 മുതൽ 1965 വരെ ബഹുമാനപ്പെട്ട മൗലാന അബ്ദുൽ ബാരി മുസ്ലിയാർ ഈ സംഘടനയുടെ പ്രസിഡന്റാണ്. മഹാന്റെ കാലശേഷം 1965 മുതൽ 67 വരെ ബഹുമാനപ്പെട്ട ശൈഖുന KK സദഖത്തുൽ മൗലവി മഹാനവർകൾ സമസ്തയുടെ പ്രസിഡന്റാണ്. ഇടക്കാലത്ത് ലൗഡ് സ്പീക്കർ സംബന്ധമായ തർക്കത്തിന്റെ പേരിൽ മാറിപ്പോയി. അതിന്റെ ശേഷം 1967 മുതൽ 1993 വരെ നീണ്ട വർഷക്കാലം മഹാനായ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദ് നൂറുല്ലാഹി മർഖദ മഹാനവർകൾ ഈ സംഘടനയുടെ പ്രസിഡന്റായി. മഹാന്റെ വഫാത്തിന് ശേഷം 93 മുതൽ 95 വരെ കാന്തപുരത്തിന്റെ സുസ്ഥാവായ ബഹുമാനപ്പെട്ട KK അബൂബക്കർ ഹസ്രത്ത് സമസ്തയുടെ പ്രസിഡന്റായി. മഹാന്റെ കാലശേഷം 1995 മുതൽ 2004 വരെ ബഹുമാനപ്പെട്ട അസ്ഹരി തങ്ങൾ സമസ്തയുടെ പ്രസിഡന്റായി. ഇടക്കാലത്ത് തങ്ങൾ മാറിപ്പോയത് 2004 മുതൽ 2012 വരെ ബഹുമാനപ്പെട്ട റഈസുൽ ഉലമ കാളമ്പാടി ഉസ്താദ് സമസ്തയുടെ പ്രസിഡന്റായി. മഹാന്റെ വഫാത്തിന് ശേഷം മുതൽ 2012 മുതൽ ബഹുമാനപ്പെട്ട ശൈഖുന ആലക്കരാശി കോയക്കുട്ടി ഉസ്താദ് ഈ മഹിതമായ സംഘടനയ്ക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നു. ഏത് സംഘടനയ്ക്ക്? 1926 രൂപീകൃതമായ സംഘടനയ്ക്ക് 9ാമത്തെ പ്രസിഡന്റ് കോയക്കുട്ടി ഉസ്താദാണ്. ഈ സംഘടനയിൽ ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങൾ അല്ലാഹു തആല മഗ്ഫിറത്ത് പ്രസിഡന്റായിട്ടില്ല, ഒരിക്കലും പ്രസിഡന്റായിട്ടില്ല. ഈ പറഞ്ഞ സംഘടനയിൽ 926 രൂപീകൃതമായ സംഘടനയിൽ ബഹുമാനപ്പെട്ട ഉള്ളാത്തങ്ങൾ പ്രസിഡന്റായിട്ടില്ല. പറയാം, ഈ സംഘടന 1926 രൂപീകരിച്ചത് മുതൽ 951 വരെ ബഹുമാനപ്പെട്ട മൗലാന പള്ളി വീട്ടിൽ മുഹമ്മദ് മുസ്ലിയാർ ഇതിന്റെ സെക്രട്ടറിയായി. 926 മുതൽ 51 വരെ. മഹാന്റെ കാലശേഷം 951 മുതൽ 57 വരെ ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻ കുട്ടി മുസ്ലിയാർ ഈ സംഘടനയുടെ സെക്രട്ടറിയായി. മഹാന്റെ കാലശേഷം 57 മുതൽ 1996 വരെ നീണ്ട പതിറ്റാണ്ടുകൾ ഒരു കാലഘട്ടത്തിന്റെ ഇതിഹാസ പുരുഷനായിരുന്ന ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലുലമായ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവർകൾ ഈ സംഘടനയുടെ സെക്രട്ടറിയായി. മഹാന്റെ കാലശേഷം മുതൽ 1996 മുതൽ ബഹുമാനപ്പെട്ട സൈനുലുലമ ചെറുശ്ശേരി ഉസ്താദ് സംഘടനയുടെ സെക്രട്ടറിയായി തുടരുന്നു. അല്ലാഹു മഹാനവർകൾക്ക് ശിഫ നൽകുമാറാകട്ടെ. അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ടവരെ ചെന്നൈയിലേക്ക് ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. അല്ലാഹുവിന് പരിപൂർണ്ണ ശിഫ നൽകുമാറാകട്ടെ. എന്ത് വിഷയമുണ്ടെങ്കിലും അല്ലാഹുവിനെ സലാമത്തിലാക്കുമാറാകട്ടെ. ഒരുപാട് കാര്യം ഈ സമുദായത്തിന് നേതൃത്വം കൊടുക്കാനുള്ള ആരോഗ്യം പടച്ചറബ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുന്നു. നിങ്ങൾ എല്ലാവരും ഉസ്താദിന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ ശംസുലുലമയുടെ കാലശേഷം മുതൽ 996 മുതൽ ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ഉസ്താദ് സമസ്തയുടെ സെക്രട്ടറിയാണ്. 926 രൂപീകൃതമായ സമസ്തയിൽ ബഹുമാനപ്പെട്ട കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സെക്രട്ടറി ആയിട്ടില്ല. അവരെ സെക്രട്ടറി ആയത് വേറെ സമസ്ത എന്ന് പറയുന്ന സംഘടനയാണ്. അത് തിരിച്ചറിയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്.
അപ്പോൾ ഒരു പ്രസിഡന്റ് സെക്രട്ടറി അത് ഏത് സംസ്ഥയാണ്? അത് 1989 രൂപീകൃതമായ സംസ്ഥയുടെ ഒന്നാമത്തെ പ്രസിഡന്റാണ് ഉള്ളാത്തങ്ങൾ, രണ്ടാമത്തെ പ്രസിഡന്റാണ് എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. ആ ഒരു തിരിച്ചറിവ് ചെറിയ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാകുന്നതാണ് എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ പറയട്ടെ, ഈ സംഘടന നല്ല നിലക്ക് മുന്നോട്ട് പോകുമ്പോൾ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയുമാകുമ്പോൾ എന്തിനാണ് ഈ പറയപ്പെട്ട ആളുകൾ മാറിപ്പോയതെന്തിനാണ്? നമ്മൾ വളരെ വേദനയോടുകൂടിയാണ് പറയുന്നത്. 1989 വരെ ഒരു മഹലിൽ സുന്നികൾക്ക് 2 മദ്രസയില്ല, ഒരു മഹലിൽ സുന്നികൾക്ക് 2 പള്ളിയില്ല, ഒരു മഹലിൽ സുന്നികൾക്ക് 2 ഖാദിയില്ല. 1989 വരെ 89 ഇവർ മാറിപ്പോയതിനു ശേഷം എത്ര പള്ളികൾ അടച്ചുപൂട്ടി, എത്ര മദ്രസകൾക്ക് അടച്ചുമറച്ചു, എത്ര കുടുംബങ്ങൾ തമ്മിൽ തെറ്റി, എത്ര കാലിമാരെ പിരിച്ചുവിട്ടു, എത്ര മദ്രസകളിൽ കുഴപ്പമുണ്ടായി. അല്ലാതെ പരിശുദ്ധമായ ദീനവാദത്താൻ ആഗ്രഹമെങ്കിൽ ഇവർ ഒത്തൊരുമയോടെ മുന്നോട്ട് പോകുന്ന പരിശുദ്ധമായ സംഘടനയിൽ നിന്നും മാറി നിൽക്കുക എന്നത്, ആ സംഘടനയെ തകർക്കാനും അതിലൂടെ ദീനിനെ തകർക്കുക എന്നതല്ലേ ഇവരുടെ ലക്ഷ്യം. അതറിയാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ലല്ലോ, പാടില്ലായിരുന്നു എന്നാണ് നമ്മൾക്ക് പറയാനുള്ളത്. മോനെ ഒന്ന് കേൾപ്പിക്ക്, ഞാൻ വെറുതെ പറയല്ല. ബഹുമാനപ്പെട്ട ആ ഉള്ളവത്തങ്ങൾ ഇൻഷാ അല്ലാഹ് ചില വിഷയങ്ങൾ, സത്യമായ ചില വിഷയങ്ങൾ തുറന്ന് പറയേണ്ടി വന്നതുകൊണ്ട് ചില വിഷയങ്ങൾ ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയും. ബഹുമാനപ്പെട്ട ഉള്ളവത്തങ്ങൾ തന്നെ വ്യക്തമായി പറയുന്നുണ്ട്, കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയായി നിൽക്കെ ഞങ്ങൾ ഇറങ്ങിപ്പോന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ പറയുന്നുണ്ട്. അല്ലാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവസാന കാലത്ത് തനിക്ക് പറ്റിപ്പോയ തെറ്റിൽ മാപ്പ് ചോദിച്ച് എനിക്ക് ഈ കര കാണണമെന്ന് രോഗത്തിൽ കിടന്ന് മരണത്തിന്റെ രോഗത്തിൽ കിടക്കുന്ന സമയത്ത് പലപ്പോഴും അയാൾ പറയുന്നത് അദ്ദേഹത്തിന് മക്കളെ ഇട്ടിട്ടുണ്ട്, അവരുടെ സംഘടനയിൽ പലരും കേട്ടിട്ടുണ്ട്. പക്ഷെ അത് പൊതുജനങ്ങളോടെങ്ങാനും വേദി കിട്ടിയാൽ തുറന്നു പറയാനുള്ളത് മഹാനായ തങ്ങളുടെ വീടിന്റെ ഉള്ളിൽ അടച്ചുപൂട്ടണമെന്ന് നിങ്ങൾ പറയണം. തങ്ങൾ എപ്പോഴും പറയാറുണ്ട് അത്രേ, എനിക്ക് ഈ കര കാണണം, എനിക്ക് വരക്കലിൽ പോകണം എന്ന് പലപ്പോഴും അദ്ദേഹം പറയാറുണ്ടായിരുന്നു അത്രേ. താൻ ചെയ്തു പോയ പാതകത്തിന് അവസാന കാലത്തെങ്കിലും പരച്ചവരോട് തോപ ചെയ്ത് മടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായാൽ ഇവിടെ മറുഭാഗത്തെ സംഘടന തകിടം മറിയുന്നൊരു സാഹചര്യം ഉണ്ടാകുമെന്നവർ പേടിച്ചതുകൊണ്ടായിരിക്കാം എല്ലാം അവർ മൂടിവെച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. തങ്ങൾ പറയട്ടെ. ആശംസിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആളുകൾ നമ്മളാണെന്ന് പറഞ്ഞ് നടക്കണ കുറച്ച് ആളുണ്ടല്ലോ, ഒരു പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞങ്ങളെ ആള് മറ്റൊതൊന്നും ശരിയല്ല, സുല്ലാറിനെ ഓരോ പുറത്താക്കിയതാണ്. ആര് പുറത്താക്കിയതാ? നമ്മൾ ഇറങ്ങിപ്പോന്നാണ്. തങ്ങളുടെ ഭരണത്തിൽ ഞങ്ങളെ പുറത്താക്കിയതല്ല, ഇറങ്ങിപ്പോന്നതാണ്. എവിടുന്നാണ് ഇറങ്ങിപ്പോന്നത്? കണ്ണിയത്ത് ഉസ്താദ് പ്രസിഡന്റും ശംസുൽ ഉലമ സെക്രട്ടറിയായി നിൽക്കുമ്പോൾ ഇറങ്ങിപ്പോരുമ്പോൾ എന്താണ് അതിന്റെ അർത്ഥം? ഈ 2 ആലിമീങ്ങൾ ആ പണിക്ക് പറ്റില്ല എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അതല്ലെങ്കിൽ ഈ 2 ആലിമീങ്ങൾക്ക് പിഴച്ചുപോയി എന്നല്ലേ പറഞ്ഞതിനർത്ഥം? ബഹുമാനപ്പെട്ട മുസ്തഫായുടെ ഭാഗമായ ജീവിതത്തിൽ പറഞ്ഞാൽ പറഞ്ഞ നിങ്ങൾക്ക് വല്ല തകരാറും സംഭവിച്ചിട്ടുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ്. പറയട്ടെ. സുന്നത്ത് ജമാഅത്തിന് എത്ര ആരെങ്കിലും ഉണ്ടാകും? ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം ഇസ്ലാമിനില്ലടാ. ഇസ്ലാമിന് അനുസരിച്ച ഭൂരിപക്ഷമേ ഉള്ളൂ. ലോകത്ത് മുഴുവനും കാപ്പറയിലെ ഭൂരിപക്ഷം നമുക്ക് ഭൂരിപക്ഷം കൂടുക എന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകുന്നതാണ് ഇന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സദസ്സിനോട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോടും ഇങ്ങനെയുള്ള സത്യങ്ങൾ തുറന്നു പറയുമ്പോൾ നാട്ടുകാർ കേൾക്കുന്നു കരുതിയാ പിന്നെ വേളുള്ളോടത്തേക്ക് ആളെ കൊണ്ടുപോകുക തന്നെ. അല്ലാപത്തെ കാട്ടണോ? വേളുള്ളോടത്തേക്ക് ആളെ കൊണ്ടുപോകുക തന്നെ. ഇത് ജനങ്ങൾ കേൾക്കുമല്ലോ. അല്ലെങ്കിൽ സ്പെഷ്യൽ സ്വലാത്ത് ഉണ്ടാക്കുന്നേ, കുത്തുബിയത്ത് ഉണ്ടാക്കുന്നേ, നിതാക്കാത്തിൽ കുടുങ്ങി വന്നവനെ പിടിച്ചിട്ട് ഇറച്ചിയും പുളിയും വെച്ച് സ്പെഷ്യൽ കുത്തുബിയത്ത് ഉണ്ടാക്കുക. എങ്ങനെങ്കിലും ഈ പ്രസംഗം കേൾക്കാൻ പാടില്ല, ഇത് പ്രസംഗം കേൾക്കരുത് എന്ന് മനസ്സിലാക്കി കൊണ്ടുപോകാൻ എങ്ങനെ കൊണ്ടുപോകാനും മയ്യത്തിന്റെ തലയിൽ നിന്ന് പാലിറങ്ങുമ്പോൾ അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഹക്ക് എവിടെയാണോ അവിടെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൂടുതൽ ആ വിഷയത്തിൽ പറയുന്നില്ല. ഇതൊക്കെ ചിന്തിക്കണം നമ്മൾ. ഇതൊക്കെ വെറുതെ നമ്മളൊരു ആരോപണം പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കി എന്തെല്ലാം തട്ടിപ്പ് പരിപാടി നടത്തി. ഇപ്പൊ സ്വലാത്ത് തട്ടിപ്പ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും മോനെ. 5 സ്വലാത്ത് തട്ടിപ്പ് അറിയാത്തവരുണ്ടെങ്കിൽ ഞാനൊന്ന് കേൾപ്പിക്കുകയാണ്.
എന്താ സ്വലാത്ത് തട്ടിപ്പറികൾ മോനാ നോട്ടീസ് ഒന്ന് കാണിച്ചു കൊടുക്കുക. അപ്പുറം വരട്ടെ. SYS മീലാദ് ക്യാമ്പയിൻ 1 കോടി സ്വലാത്ത് മദീനയിലേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വലാത്ത് ചെല്ലുക. എന്നാൽ താഴെ 3 മന നമ്പർ പോട്ടെ, താഴെ 3 സഖാഫികളുടെ നമ്പറുണ്ട്. ആ നമ്പർക്ക് നമ്മൾ വിളിച്ചു പറയാം. അപ്പൊ ഒരു ലോഡ് സ്വലാത്തായാലും ഓല് മദീനേക്കാണ് കൊണ്ടുപോയി കൊടുക്കും. അങ്ങനെ നമ്മൾ ചക്ക കയറ്റുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്, തേങ്ങ കയറ്റിക്കൊണ്ടോണെ നമ്മൾ കേട്ടിട്ടുണ്ട്. സ്വലാത്ത് കയറ്റിക്കൊണ്ടോണം ആദ്യമായിട്ട് കേൾക്കാം. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ മോനെ താഴ്കത ഹുബ്ബുർ റസൂൽ ക്ലബിൽ അംഗമാവുക, അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് താഴെ കാണുന്ന നമ്പറിൽ അറിയിക്കുക. നമ്മളൊക്കെ കേട്ട് നമ്മളോട് സ്വലാത്ത് ചൊല്ലിയാൽ ആ നിമിഷം തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിക്കും. വെള്ളിയാഴ്ച രാവാണെങ്കിൽ പിന്നെ പറയും വേണ്ട. ഇങ്ങനെ നമ്മൾ വിശ്വസിച്ചത് ഓര് പറയും നിങ്ങൾ ചൊല്ലിയ സ്വലാത്ത് നമ്പർക്ക് വിളിച്ചു പറയും. അങ്ങനെ ഓരത് എഴുതി വെക്കും. അങ്ങനെ ഒരു കോടിയാകുമ്പോൾ അങ്ങനെ കയറ്റും. പിന്നെ അടുത്തൊരു കോടിയാകുമ്പോൾ അങ്ങനെ കയറ്റും. അങ്ങനെ കയറ്റിന് കൊണ്ടുപോകും. അങ്ങനെ വിളിച്ചു വരുമ്പോൾ പൈസയും കൊടുക്കണമല്ലോ. ഇത് നമ്മൾ വെറുതെ പറയില്ല, നമ്പർ വേണം നിങ്ങൾക്ക് കിട്ടും ചെയ്യും. ഇപ്പൊ നമ്പർക്ക് വിളിച്ചാൽ തോന്നിയാസാ കേൾക്കുക. ആ നമ്പറിൽ ഒരു നമ്പറിൽ ഒരു കാക്ക വിളിച്ചു, ഈ നമ്പർക്ക് ഇത് അറിയാൻ വേണ്ടി. ആ വിളി ഒന്ന് കേൾക്കിങ്ങള്. ഹലോ, അസ്സലാമലൈക്കും. ഇത് ഞാൻ കോഴിക്കോട് നിന്ന് നോട്ടീസ് കണ്ട് സ്വലാത്തിന്റെ. ഇത് ഇപ്പൊ എന്താണ് ഇത് പരിപാടി? ഇങ്ങനെ ഇത് ഞാൻ കൽപ്പഞ്ചേരിന്ന് മെയ്തീനാച്ചാണ് വിളിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ സ്വലാത്ത് എത്തിക്കല്? ഞാനെന്റെ പെണ്ണുങ്ങളും വേറെ കുട്ടികളൊക്കെ പാടെ കുറച്ച് സ്വലാത്ത് ചെല്ലുക ചെയ്യണം. അതെന്താ എങ്ങനെയാണ്? അപ്പോ കൽപ്പകഞ്ചേരിന്ന് മെയ്തീനാച്ച വിളിക്കണ്. മൂപ്പര് പെണ്ണുങ്ങളും കുട്ടികളൊക്കെ കുറച്ച് സ്വലാത്ത് ചെല്ലിച്ചു. ഞാൻ ചാക്കി കെട്ടിച്ചതാണോന്ന് അറിയില്ല. ഏതായാലും കെട്ടി ചൊല്ലിയ സ്വലാത്ത് എങ്ങനെ നിങ്ങളെടുത്ത് കണ്ട് എത്തിക്കല് എന്നാണ് ആ നമ്പർക്ക് വിളിച്ചു ചോദിക്കണത്. എന്നിട്ടോ അതെന്താ എങ്ങനെയാണ്? നമ്മളൊരു പദ്ധതിയാണ്. ഗുജറാത്തി നാട്ടിലുള്ള ആളുകൾ ഒരു ലക്ഷത്തിൽ ചെല്ലിക്കാനുള്ള ആളുകളാവാന്നുള്ളതാണ്. ഒരു പ്രത്യേക പരിപാടി ഒന്നുമില്ല. നല്ല കാര്യമാണ് സംഗതി. പക്ഷേ ഇത് എങ്ങനെ 5 കോടി ആയപ്പോ തേഞ്ഞോ? അങ്ങനെ ഒരു വിചാരിച്ച കോടിയേക്കണേ അടുത്ത ലോഡിക്ക് ബുക്ക് ചെയ്യാനാണ്. ഒന്നാമത്തെ ലോഡ് ഫുള്ളായിക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങളൊക്കെ വെറുതെ ഓടാൻ പറ്റുമോ? ഇങ്ങനെയാണെങ്കിൽ അടുത്ത കൊല്ലം നിസ്കാരം കാറ്റിയേക്കേണ്ട ഏർപ്പാട് വരൂലേ? വരുന്ന് ഞാൻ പറയണില്ല, വരൂലേ? നിസ്കരിച്ച് കുഴങ്ങിയവർക്കും നിസ്കരിക്കാൻ മടിയുള്ളവരും താഴെ നമ്പറിൽ ബന്ധപ്പെടുക. ഒരു വക്ത് നിസ്കാരത്തിന് 50 രൂപ തോതിൽ സ്വീകരിക്കുന്നതാണ്. വരൂലെന്ന് ഞാൻ പറയണില്ല, ഇതൊക്കെ വന്നവർക്ക് അതും വരാവുന്നതാണ്. എങ്ങനെ 5 കോടി ആയപ്പോ തേഞ്ഞോ? വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു വീടാണ് 1 കോടി ചെറിയ വീടുന്നുണ്ട്. അപ്പൊ നമ്മൾ 1,14,500 സ്വലാത്തോടെ ചെല്ലിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കൊണ്ട് പറഞ്ഞാൽ നമ്മളുടെ അതിൽ കൂട്ടും. അതിന് എന്താ ചെയ്യേണ്ടി? നിങ്ങൾ വിളിച്ചു പറയേണ്ട ആവശ്യം തന്നെ. അത്രേ ഉള്ളൂല്ലേ? അത്രേ ഉള്ളൂ. ഇതിപ്പോ എങ്ങനെയാ മദീനത്തേക്ക് എങ്ങനെ എത്തിക്കല്ലേ? പറയുമ്പോ നമ്മള് പ്രാർത്ഥനയിൽ അങ്ങനെ ഉൾപ്പെടുത്താന്നല്ലേ ഉള്ളൂ. അതൊക്കെ നോക്കുമ്പോ അല്ല. അപ്പൊ നമ്മക്കെല്ലാം ചെല്ലി കണ്ട് അയച്ചാൽ പറയുമ്പോ അങ്ങനെയുണ്ട് നമ്മള്. അപ്പൊ മൂപ്പര് ചോദിക്കാറ് ഞമ്മക്കന്നെ ചെല്ലി അത് അയച്ചാ പോരേന്ന്. കാരണം മുമ്പ് അങ്ങനെ പരിപാടി കേറ്റിയേക്കണ പരിപാടി കേട്ടി അങ്ങനെ തന്നെ അയച്ചാ പോരേന്നാണ് മൂപ്പര് ചോദിക്കണം. എന്നിട്ട് അതൊക്കെ നോക്കുമ്പോ അല്ല. അപ്പൊ നമ്മക്കെല്ലാം ചെല്ലി കണ്ട് അയച്ചാൽ പറയുമ്പോ അങ്ങനെയുണ്ട് നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കുമ്പോ ഇലക്ട്രായിട്ട് ചില ആളുകൾ ചെല്ലും. അമ്മല്ലാതെ വിഷയത്തിൽ തുടക്കമുണ്ട്. ഞാനിപ്പോ എനിക്കിപ്പോ 77 വയസ്സായി കുട്ടിയെ. ഞാനിപ്പോ ഇങ്ങനെ സംഭവം ആദ്യമായിട്ട് കാണുക, അതുകൊണ്ട് വിളിച്ചതാണ്. അങ്ങനെയുണ്ട്. ജൈവ കോടിച്ചനാട്ടിന്റെ പരിപാടി നമ്മൾ കോയിച്ച അങ്ങനത്തെ പറഞ്ഞ സ്ഥലത്തൊക്കെ നടത്തുന്നുണ്ട്. 50 കോടിയോ? അത് കുറച്ച് ഏഴാണല്ലേ? അതിനൊന്നൊരു കുഴപ്പമില്ല. നമ്മുടെ നാട്ടിലെ 1 കോടി റാത്തി ജില്ല 1 കോടി. ഒരു പേർക്കാർ മാത്രം 1 കോടിയില്ല. അങ്ങനെയുണ്ട്. നല്ല ആൾക്കാരുള്ളവര്. അപ്പൊ ഇതിപ്പോ കാന്തപുരസ്വാമിന്റെ നേതൃത്വത്തിലാണ് വെച്ചിട്ടുണ്ട്. അതെ. എന്നാണ് ഒരു പരിപാടി? ഇങ്ങനെ ദീർഘമായ ക്ലിപ്പാണ്. ഇങ്ങനെ ഓരോരോ കാലങ്ങളിൽ ആ കാലത്തിന് അനുസൃതമായ രൂപത്തിൽ സമുദായത്തെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നാളിതുവരെ കേട്ടിട്ടില്ലാത്ത, സമുദായം കണ്ടിട്ടില്ലാത്ത പുതിയ പുതിയ വിഷയങ്ങൾ ഈ സമുദായത്തിന്റെ കീശയിൽ നിന്ന് പണം പിഴിയാൻ എന്തൊക്കെ മാർഗമുണ്ടോ ആ മാർഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് വളരെ ഗൗരവത്തിൽ ആലോചിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ശംസുലമ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു കാര്യം പറഞ്ഞത് ഇന്നും ഈ സമുദായത്തിൽ കൊണ്ടിരിക്കുന്നു. മോനയിട്ട് എന്താ സംഭവം നിറങ്ങള്? ജനങ്ങളെല്ലാം കഴുതകളല്ല, ജനങ്ങളിൽ ചിലർ കഴുതകളാണ്. അതിന് ബന്ധപ്പെട്ടുണ്ടാകും. കാന്തപുരത്തിനെ പറ്റി പറയാൻ എന്റെ കണ്ണുകാര് നോക്കണ്ട, ഞാൻ പേച്ച് പറഞ്ഞു എന്നല്ല, എനിക്ക് ചെന്നിന്റെ വയസ്സൊന്നും ആയിട്ടില്ല. ജനങ്ങളെല്ലാം കഴുതകളല്ല, ജനങ്ങളിൽ ചിലർ കഴുതകളാണ്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പുതിയ പുതിയത് കൊണ്ടുവരുമ്പോൾ അതിന്റെ പിന്നാലെ ഇടം വളം നോക്കാതെ ആളുകൾ പോകുന്നത്. അതുകൊണ്ടാണ്. മാത്രമല്ല, പിന്നീട് കാന്തപുരത്തിന് മുമ്പിൽ കിതാബ് പഠിച്ച് കയ്യിൽ നിന്ന് സനദ് വാങ്ങിയ സാക്ഷാൽ സ്വാലിഹ് സഖാഫി തന്നെ പറഞ്ഞു, നമ്മുടെ നേതാക്കന്മാരിൽ ചിലർ, അണികളിൽ ചിലർ കഴുതകളാണ് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞപ്പോൾ മഹാനായ ശംസുല്ലയുടെ വാക്കും ഈ വാക്കും കൂടി ഒത്തുവന്നപ്പോ സംഗതി ഇപ്പൊ പരിപൂർണമായിട്ടുണ്ട്. അത് രണ്ടും ഒന്നൊന്നിച്ച് കേൾക്കിങ്ങൾ. അത് നമ്മുടെ ആളുകളെ പ്രബന്ധം എന്ന് പറയുമ്പോൾ കഴുതയാണ്. നമ്മുടെ ആലിമീങ്ങളും നമ്മുടെ ഗ്രൂപ്പിലുള്ള ആലിമീങ്ങളും അറിയുന്ന ആളുകളൊക്കെ ആ വിഷയത്തിൽ കഴുതകളാണ്. നമ്മൾ എത്തിക്കാൻ എന്ന് പറഞ്ഞാലും അത് അണ്ണാക്കപ്പെടാതെ വരുന്നതാണ്. കണ്ടകൾ നമ്മൾ പറയല്ല. ഇന്ന് ന്യൂസിലാൻഡിൽ ജോലി ചെയ്യുന്ന സ്വാലിഹ് സഖാഫി പറയാണ്, മർക്കസിൽ പഠിച്ച ആള്, നമ്മുടെ ഉസ്താദ് എന്ത് പറഞ്ഞാലും അണ്ണാക്ക് തൊടാതെ വിഴുങ്ങാണ്. മോഹന് ബാക്കി പറ്റുന്ന ശംസുലമ വിഷയം പറഞ്ഞത് കേൾക്കിങ്ങള്. ജനങ്ങളെല്ലാം തന്നെ കഴുതകളാണ്. അല്ലാഹു മഹാനായ ശംസുലമയോട് കൂടെ സ്വർഗത്തിൽ നമ്മൾ ഓർമ്മിച്ചു കൂട്ടുന്നതാകട്ടെ. അന്ന് മഹാനായ ശേഖുനീത് പറഞ്ഞപ്പോൾ പലരും അന്തം വിട്ടുപോയി. എന്താ പഠിച്ചോനെ ഈ പറയണു? പിന്നെ പതിറ്റാണ്ടുകൾക്ക് ശേഷം സ്വന്തം ശിഷ്യന്മാരെ തന്നെ ഇത് പറയേണ്ടടുത്തേക്ക് കാര്യങ്ങളെത്തിയില്ലേ? ഞാൻ കൂടുതൽ പറയുന്നില്ല. മുടിന്റെ വിഷയം ഇൻഷാല്ലാഹ് ഞാൻ സാധു മുടിന്റെ നീളം കോലൊക്കെ ഇൻഷാല്ലാഹ് ഞാൻ കാണിച്ചു തരും. ഈ ഭാഗത്ത് ഒരുപാട് നിഷ്പക്ഷമതികളായ ആളുകൾ, കാര്യത്തിന്റെ വസ്തുത അറിയാത്ത ആളുകളുണ്ട്. കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് നടന്ന സംവാദ വ്യവസ്ഥയിലെ ചില രംഗങ്ങൾ ഇൻഷാല്ലാഹ് ഞാനിവിടെ കാണിച്ചു തരും. നമ്മൾ വളരെ വ്യക്തമായി സത്യത്തിന്റെ പക്ഷത്തും മാത്രമാണ് നമ്മൾ നിലകൊള്ളുന്നത്. സത്യം മാത്രമാണ് നമ്മൾ പറയൂ. സത്യത്തിന്റെ മാർഗത്തിൽ മാത്രമേ നമ്മൾ നിലകൊള്ളൂ. ആഖിറത്തിന് പേടിയുള്ള ഒരു നേതൃത്വത്തിന്റെ പിന്നിലാണ് നമ്മൾ അടിയുറച്ചു നിൽക്കുന്നത് എന്ന ഉത്തമമായ ബോധം നമ്മൾക്കുണ്ട് എന്നതാണ് ഇതിന്റെ കരണീയമായ ഭാഗം. ഏതായാലിരിക്കട്ടെ, ഇങ്ങനെ മുടിയുടെ വിഷയം ഇവിടെ തകൃതിയായി നടക്കുന്നു. കൊണ്ടുവന്ന മുടിയുടെ ആധികാരികത തെളിയിക്കാൻ കഴിഞ്ഞില്ല, സനത് തെളിയിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് കാന്തപുരത്തിന് പാത്രം കിട്ടുന്നത്. ആ പാത്രം കൊടുത്തോ ഇല്ലേ ചർച്ച നമുക്ക് പിന്നെ പറയാൻ, കിട്ടിയാലും വാങ്ങിയാലും തന്നെ ഞാൻ കൊടുത്തു എന്ന് പറയാൻ. ഇതിന്റെ പിന്നിൽ നമ്മൾ പിന്തിരിയുന്ന പ്രശ്നമില്ല. വാങ്ങിയാൽ പറയണം ഞാനത് കൊടുത്തു, അയാൾക്ക് ഞാൻ തിരിച്ചു കൊടുത്തു. അദ്ദേഹം പറയട്ടെ, ഈ കഴിഞ്ഞ റബീഉൽ അവ്വലിന് കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മീലാദ് സമ്മേളനത്തിൽ ഈ പറയപ്പെട്ട ഖസ്റജി കാന്തപുരത്തേതായി പാത്രം കൈമാറുകയാണ്. ആ പാത്രം കൈമാറുന്ന സമയത്ത് ഏറ്റവും മിനിമം ഖസ്റജ് ചെയ്യേണ്ടത് എന്താണ്? ഈ പാത്രം ഇന്ന കൊല്ലം എനിക്ക് കിട്ടി, എനിക്ക് തരം മുമ്പ് ഇതിന്റെ മുമ്പ് ഇന്നയാൾ ഇത്ര കൊല്ലം അത് ഉപയോഗിച്ചു, അയാൾക്ക് മുമ്പ് ഇന്നയാൾ ഇത്ര കൊല്ലം ഉപയോഗിച്ചു. അങ്ങനെ കൈമാറി കൈമാറി പാത്രത്തിന്റെ കൈമാറ്റപ്പെടുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയെത്തുന്ന പരമ്പര പറഞ്ഞിട്ടാണ് കൊടുത്തിരുന്നതെങ്കിൽ മറ്റൊരു വിവാദം ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ആ പാത്രം കൊടുക്കുന്ന രംഗം കാണി. പ്രവാചകൻ മുഹമ്മദ് നബിയുടേതെന്ന് അവകാശപ്പെടുന്ന കേശം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകിയത് UAE-കാരനായ ഖസ്റജിയാണ്. ഇയാളാണ് സകല കുത്തിത്തിരിപ്പിന്റെ ആള്. ഇയാളെ ദത്തെങ്കിലാണ് കൊണ്ടുവരിക, അത് ഫുലാനുബിന് ഫുലാന് കൊടുക്കുക, മൂപ്പരത് വാങ്ങിയൊക്കെ നമ്മളതിന്റെ ബാഗിൽ കടന്നിട്ട് ഇടങ്ങാറാകുക. അതേ ഖസ്റജി തന്നെയാണ് പ്രവാചകൻ പാനം ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് അവകാശപ്പെട്ട് ഒരു പാത്രം കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് നൽകുന്നതായി പ്രഖ്യാപിച്ചത്. വലിയ സമ്മാനം തരാൻ പോകുകയാണ്. ബഹുമാനപ്പെട്ട ഹബീബ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണ് ഞാൻ ഈ ഉയർത്തി കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അതിലേക്ക് നോക്കാൻ ഒരു അവസരം ഞാനില്ല. മാത്രമല്ല, ബഹുമാനപ്പെട്ട ശൈഖ് അബൂബക്കറുമായി സംസാരിച്ചുകൊണ്ട് ഇതിൽ ഒഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും? ഇനി ശൈഖ് അബൂബക്കറുമായി സംസാരിച്ച്
ഇതിലൊഴിച്ച വെള്ളം നിങ്ങൾക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റുമെന്ന് ആലോചിക്കുകയാണ്. അപ്പൊ മറ്റൊരു പിരിവും പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരു പിരിവും കൂടെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഉണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, പ്രതീക്ഷിക്കാവുന്നതാണ്. പ്രവാചക തിരുശേഷിപ്പുകളെ ചിലർ എതിർക്കുന്നത് വ്യക്തിവിരോധം കൊണ്ടാണെന്ന് ചടങ്ങിൽ സംസാരിച്ച കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു. ഇവരെ ഞമ്മക്ക് ആരോടും വ്യക്തിവിരോധമില്ല. അത് നമ്മൾ ആദ്യം പറഞ്ഞില്ലേ, ഒരാളോടും ഞമ്മക്ക് വ്യക്തിവിരോധമില്ല. ഇവിടെ പരിശുദ്ധമായ ദീനിന്റെ ലേബലിൽ നിന്ന് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത നാളുകാരെ കേട്ടുകേൾവിയില്ലാത്ത പുതിയ വിഷയങ്ങൾ പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്നവർ കൊണ്ടുവന്നാൽ പാവപ്പെട്ട നിരപരാധികളായ നിഷ്കളങ്കന്മാരായ ഇൽമില്ലാത്ത വിവരമില്ലാത്ത ആളുകൾ അതിൽ പെട്ടുപോകും. അതുകൊണ്ട് അത് തെറ്റാണ്. നിങ്ങൾ ചില പരിശോധനയെന്ന് പറയാൻ ഇവരുടെ ഹത്തിന്റെ നിൽക്കുന്ന ഒരു ഇവർ അല്ലാതെ മുമ്പിൽ രക്ഷപ്പെടാൻ നമുക്ക് കഴിയൂ. എന്തിനാണ് മക്കളെ നിങ്ങൾ അതിനൊക്കെ നിഷേധിക്കുന്നത്? അത് തെളിവില്ലാത്തോണ്ട ഉസ്താദെ നിഷേധിക്കുന്നത്. അല്ലാതെ നിങ്ങളോട് ഞമ്മക്കൊരു വെറുപ്പില്ല. ഈ പാത്രങ്ങൾ ഉയർത്തി കാണിക്കുമ്പോൾ അതിന്റെ ആധികാരികതയും കൂടെ അതിന്റെ പിന്നാലെ പറഞ്ഞിരുന്നെങ്കിൽ, അല്ലെങ്കിൽ മുന്നാലെ പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ല. ഇന്നുവരെ പറഞ്ഞിട്ടില്ല. മാത്രമല്ല ആ കൈമാറിയ പാത്രം ഷാദ് ഞമ്മടെ കാട്ടിത്തരും. ഇതുകൊണ്ട് ഞങ്ങൾ ലോകം തിരിയാത്തവരായിട്ടില്ല. നിങ്ങൾക്ക് തിരിച്ചിൽ കുറച്ച് കൂടിയതാ കുഴപ്പമായത്. പഴഞ്ചന്മാരായിട്ടില്ല, ഞങ്ങൾ പഴയവരാണ്. തിരികേശത്തിന് പിറകെ കാന്തപുരത്തിന്റെ കൈകളിലെത്തിയ പാത്രവും വലിയ ചർച്ചകൾക്ക് വഴിവെച്ചേക്കും എന്നാണ് പത്രവാർത്താ മാധ്യമങ്ങൾ പറയുന്നത്. എന്താ നിങ്ങൾ 21/1/2014 മാധ്യമം ദിനപത്രമാണ്. മുസ്ലിം സമുദായത്തിൽ എന്തെങ്കിലും വിള്ളലുണ്ടാകുമ്പോൾ അതിൽക്കൂടെ പാലിട്ടാണ്ട് ഇളക്കുന്ന ആളുകളാണ് മാധ്യമക്കാർ. ആ മാധ്യമക്കാരൻ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് 21/1/2014. ഈ ലേഖനത്തിന് ഇന്നുവരെ നിങ്ങൾ മറുപടി കുറെ വിഷയങ്ങൾ ഇതിലിവർ പറയുന്നുണ്ട്. ഞാനതിന് പ്രധാന ഭാഗമൊന്ന് വായിക്കാം. കോഴിക്കോട് കേശവിവാദം കെട്ടടങ്ങും മുമ്പേ പ്രവാചകന്റെ പേരിൽ പുതിയ വിവാദവുമായി കാന്തപുരം. പ്രവാചകൻ വെള്ളം കുടിക്കാൻ ഉപയോഗിച്ച പാത്രമാണെന്ന് അവകാശപ്പെട്ട് മിന്നുന്ന ലോഹപാത്രവുമായാണ് പുതിയ പുറപ്പാട്. അപ്പൊ പറയണത് മിന്നിക്കണോ ഇല്ലേ, ലോഹമാണോ അല്ലേ, ഇതിനിത്ര കാലപ്പഴക്കണ്ട്, ഇതുമുള്ള നക്ഷത്രം ഇന്ന രൂപത്തിലാണ്, ഇതുമുള്ള അറബി ലിപി ഇന്ന കാലത്തുള്ളതാണ്, ഇന്ന ആൾ ഉപയോഗിച്ചു, നബി തങ്ങൾ ഉപയോഗിച്ച നബിന്റെ കാലശേഷം ഇന്നാളെ കയ്യിലായിരുന്നു, ആളെ കാലശേഷം ഇന്നാളെ കയ്യിലായിരുന്നു എന്ന കർമ്മത്തെ പരമ്പര പറഞ്ഞ കേരളീയ സമൂഹത്തിന് കഴിയില്ല എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. വിവാദകേശം കാന്തപുരത്തിന് സമ്മാനിച്ച UAE-യിലെ അഹമ്മദ് മുഹമ്മദ് ഖസർജി തന്നെയാണ് പാനപാത്രം കൈമാറിയത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മീലാദ് സമ്മേളനത്തിനാണ് പാനപാത്രം ഖസറജിൽ നിന്ന് കാന്തപുരം ഏറ്റുവാങ്ങിയത്. ഖസറജ് നേരത്തെ സമ്മാനിച്ച കേശത്തെ ചൊല്ലിയും മുടി സൂക്ഷിക്കാൻ കോടികൾ ചെലവിട്ട് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ച പള്ളിയെ ചൊല്ലിയും വിവാദം കെട്ടടങ്ങുമ്പോഴാണ് പുതിയ സംഭവം. ഇങ്ങനെ കുറെ എഴുതിയിട്ട് കേട്ടോളൂ. നിങ്ങൾ തറക്കല്ലിട്ട് 20 മാസമായിട്ടും തിരികേശപ്പള്ളി നിർമ്മാണത്തിന് നടപടിയൊന്നും എടുക്കാനാവാതെ കാന്തപുരം വിഭാഗം ഇരുട്ടിൽ തപ്പുമ്പോഴാണ് പാനപാത്രവുമായി ഖസറജ് വീണ്ടും അവതരിച്ചത്. ഇനി കേട്ടോളി. പള്ളിക്കാരി നാടൊട്ടകം പണം പിരിച്ച് പ്രചാരണം നടത്തിയിട്ടും നിർമ്മാണാനുമതിക്കായി സർക്കാർ അപേക്ഷ പോലും നൽകിയിട്ടില്ല. പള്ളി നിർമ്മിക്കാൻ സർക്കാരിൽ അപേക്ഷ പോലും നൽകിയിട്ടില്ലെന്ന് മാധ്യമക്കാർ 2014 എഴുതിയിട്ടുള്ള ലേഖനത്തിന് മുമ്പ് നിങ്ങൾ മറുപടി പറയാറുള്ളത്. അപ്പൊ നിങ്ങളുടെ പക്കലും എന്തൊക്കെ അപാകതണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇനി ആ പാത്രം കാണുന്നവരെ ഇടത്തെ കയ്യിൽ പിടിക്കണമെന്ന് കണ്ടോളി. വലുതാട്ടെ കണ്ടങ്ങള്. ഇതാണ് ആ പാത്രം. ആ പാത്രത്തിനെ സംബന്ധിച്ച് വിശദമായി പഠനം നടത്തി നമ്മുടെ നേതാക്കന്മാർ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഇന്നലെ പത്രസമ്മേളനത്തിൽ അവർ മറുപടി പറഞ്ഞിട്ടില്ല. ഇപ്പൊ തൽക്കാലത്തിന് അപസ്മാരമുള്ള കയ്യിൽ താക്കോലും കൂട്ടം കൊടുത്തമാർ ചെറിയ അടക്കത്തിലാണ് ഇപ്പൊ ഉള്ളത്. ഈ വിവാദങ്ങളൊക്കെ ഒന്ന് കെട്ടടം കെട്ടെന്ന് കരുതിയിട്ടായിരിക്കാം സാന്ദർഭികമായി നമ്മുടെ പ്രവർത്തകന്മാർ ബക്കറ്റുമായിട്ട് നിങ്ങളെ സമീപിക്കും. എല്ലാ ആളുകളും നല്ല രൂപത്തിൽ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി വലിയ ചെലവ് നമ്മുടെ ഈ പരിപാടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സംഖ്യ എല്ലാ ആളുകളും കൊടുക്കണം. ഇൻഷാ അല്ലാഹ് അവസാനം നമുക്ക് പ്രത്യേകം ദുആ ചെയ്യാനുള്ള അതുകൂടി കഴിഞ്ഞതിന് ശേഷമേ പോകാവൂ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇവരെ തടിച്ചുകൂടിയ ഇത്രയും ആളുകളുടെ 10 മടങ്ങ് ആളുകൾ നമ്മുടെ പരിപാടി നേരിട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിൽ 10,000 കണക്കിന് ആളുകൾ നമ്മുടെ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്.
അവരെയും നമ്മെയും എല്ലാവരെയും അല്ലാഹു സ്വർഗത്തിന്റെ അവകാശം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിൽ ഇളവ് കൊടുക്കുന്നവർക്കും അതുമായി സഹകരിക്കുന്ന എല്ലാവർക്കും പടച്ചറബ് രണ്ട് ലോകത്തും ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ വിഷയത്തേക്ക് ഞാൻ വരും. ഈ രൂപത്തിൽ പരസ്പര വൈരുദ്ധ്യമായ കാര്യങ്ങൾ, ഇങ്ങനെ ജനങ്ങളോട് പറയാൻ പറ്റാത്ത വിഷയങ്ങൾ അടിക്കടി പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന് മുമ്പിൽ പഠിച്ച ഈ SSF എന്ന സംഘടനയ്ക്ക് നേതൃത്വം നൽകിയ, അതിന് രൂപീകരണം നൽകിയ, അതിന് ബീജാഭാവം നൽകിയ ആളുകൾ അതിൽ നിന്ന് പോന്നിട്ടുള്ളത്. നിങ്ങൾക്കറിയോ, SSFന്റെ ആദ്യത്തെ പ്രസിഡന്റ് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളായിരുന്നു. ഹൈദർ അലി ശിഹാബ് തങ്ങൾ തന്റെ ജീവിതകാലത്ത് ഈ സംഘടനയ്ക്ക്, ഈ സമുദായത്തിന് നന്മ ചെയ്യില്ല, ഈ സംഘടന സമുദായത്തിന് ഗുണകരമല്ല എന്ന് പറഞ്ഞ് നേതൃത്വ സ്ഥാനം ഒഴിഞ്ഞു പോകുന്ന ഒരു സംഘടനയാണ് SSF എന്ന സംഘടന എന്ന് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ അവർ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നോക്കി, നിങ്ങൾ ആദ്യമായി സംഘടനയിൽ മാറിപ്പോകുന്നത് CM കുട്ടി സഖാഫിയാണ്. അതാ നോക്കി, ഞാൻ പറയുന്ന ഓരോരുത്തരും നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. CM കുട്ടി സഖാഫി അവർ ആദ്യകാലത്തെ വലിയ നേതാവായിരുന്നു. ഈ സംഘടന പരിശുദ്ധമായ ദീനിന്റെ നന്മക്ക് ഉതകുന്നതല്ലാന്ന് മനസ്സിലാക്കി സംഘടന അദ്ദേഹം തിരിച്ചു പോന്നു. ഇന്ന് അദ്ദേഹം മജ്മഅ എന്ന സ്ഥാപനമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ 10 വർഷക്കാലം കാന്തപുരത്തിന്റെ കൂടെ നിന്ന് ഹസൻ സഖാഫി പൂക്കോട്ടൂർ അവിടെ നിന്ന് സമസ്തയുടെ പാതയിലേക്ക് കടന്നു വന്നു. നമുക്കറിയാമോ, ഇന്ന് സമസ്തയുടെ സജീവ ദാഴിയായി ബഹുമാനപ്പെട്ട ഹസൻ സഖാഫി പൂക്കോട്ടിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ ശേഷം കണ്ണൂര്, കാസർഗോഡ് ജില്ലകളിൽ ജൂനിയർ പേരോട് എന്ന പേരിൽ അറിയപ്പെട്ട് കിൽശ്ശേരി, തനിയമ്പുറം ഭാഗങ്ങളിൽ SSF ഉണ്ടാക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ബഷീർ ബാക്കവി തനിയമ്പുറം പിന്നെ സമസ്തയുടെ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇരുതല മൂർച്ചയുള്ള തോട്ടുമുക്കം സഖാഫി, അയാൾ ബന്നേനസ് AP ശരിക്ക് കണ്ണുമുറുക്കി ചിമ്പി ഉറങ്ങിയിട്ടുണ്ടാവില്ല. ഇരുതല മൂർച്ചയുള്ള തോട്ടുമുക്കം സഖാഫി സമസ്തയിലേക്ക് കടന്നു വന്നത് എന്തെങ്കിലും ഓഫർ കിട്ടിയിട്ടല്ല. നിലനിൽക്കുന്ന സ്ഥാനത്ത് നിന്നാൽ പടച്ചവന്റെ ദീനിന്റെ മസ്ലഹത്തിന് വേണ്ടി പ്രവർത്തിക്കാനും ആഖിറം നന്നായി ഈമാനോടെ മരിക്കാനും കഴിയില്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്. അതിന്റെ ശേഷം പിന്നെ അഹമ്മദ് കബീർ സഖാഫി SSF രൂപീകരിക്കാൻ വേണ്ടി, SSFന്റെ പ്രവർത്തനത്തിന് വേണ്ടി സംഘടനാപരമായി നേതൃസ്ഥാനത്ത് നിന്നിരുന്ന നേതാക്കന്മാർ. പിന്നെ വന്നതാരാ? അബൂബക്കർ സഖാഫി പള്ളിശ്ശേരി. സ്വന്തം മക്കൾക്ക് SSFന്റെ അക്ഷരം കണക്കെ പേരിട്ട സംഘടന ജീവാത്മാവായി കണ്ടിരുന്ന അബൂബക്കർ സഖാഫി സമസ്തയിലേക്ക് കടന്നു വന്നു. പിന്നെ ഈ മർക്കസിൽ കൊണ്ടുവന്ന മുടിക്ക് സനതുണ്ടാക്കാൻ എന്നെ ഏൽപ്പിച്ചെന്നും ഞാനാണ് സനതുണ്ടാക്കി കൊടുത്തതെന്നും പരസ്യമായി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞ സാക്ഷാൽ മലയമ്മ മുഹമ്മദ് സഖാഫി സമസ്തയുടെ സുന്ദരമായ വേദിയിലേക്ക് കടന്നു വന്നു. അതിന്റെ ശേഷം വന്നതാരാ? ഇവിടെ പ്രസംഗിച്ചു പോയ 10-26 കൊല്ലം കാന്തപുരത്തിന് കൂടെ പ്രവർത്തിച്ചിട്ടുള്ള സാക്ഷാൽ മുഹമ്മദ് രാമന്തളി. അതിനുശേഷം മുസ്ലിമാൻ സഖാഫി, അയ്യൂബ് സഖാഫി, അബ്ദുൽ അസീസ് സഖാഫി, അബ്ദുൽ നാസർ സഖാഫി, അബ്ദുൽ ഖാദർ സഖാഫി, ഇതൊക്കെ കാര്യപ്പെട്ട ആളുകളാണത്. ചില്ലറക്കാരുടെ വലിയ വലിയ നേതാക്കന്മാരാണ് അവര്. അതിനുശേഷം ഷമീർ സഖാഫി, പിന്നെ അക്ബർ സാദി. ആ അക്ബർ സാദി നിങ്ങൾക്കറിയാമോ? അക്ബർ സായിദിനെ കേൾക്കുമ്പോൾ തന്നെ ഓൽക്ക് പേടിയാണ്. രാമന്തളിയെപ്പോലെ ഒരുപാട് വിഭവങ്ങൾ അദ്ദേഹത്തിന്റെ പക്കലുണ്ട് അക്ബർ സായിദി. പിന്നീട് ഷുക്കൂർ സഖാഫി, അതിനൊക്കെ പുറമെ തോട്ടുമുക്കത്തിന് കിടപിടിക്കുന്ന മുഹമ്മദ് റംലി സഖാഫി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് അതൊക്കെ പുറത്തേക്ക് ചാറാനുള്ള മുതലാതൊക്കെ ഓൽക്കൊക്കെ കുറെ പറയാനുണ്ട് അല്ലേ? ഞാൻ കൂടുതലും ആ വിഷയത്തിൽ പറയണില്ല. ഇതൊക്കെ 2-3 കൊല്ലം അദ്ദേഹത്തിന് മുമ്പിൽ പഠിച്ച് കയ്യിൽ സനത് വാങ്ങി കൈ മുത്തിയിട്ട് അങ്ങനെ ബഹുമാനിച്ചു നടന്നവർ പറ്റില്ലെന്ന് പറഞ്ഞ് മാറിപ്പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ? മദ്രസയിൽ നമ്മൾ പഠിപ്പിച്ച് നമ്മുടെ ഉസ്താദ് നമ്മുടെ മുല്ലാക്കാരെ പറ്റി ഇല്ലാത്തത് പറയാൻ എത്ര പേരെയാ നമുക്ക്? ആ സ്ഥാനത്ത് 2-3 കൊല്ലം പരിശുദ്ധമായ കിതാബുകൾ ഓതിക്കൊടുത്ത് അങ്ങനെ അവരിൽ നിന്ന് സനത് വാങ്ങിയ ആലിമീങ്ങൾ തിരിച്ചു പറയുമ്പോൾ ബുദ്ധിമുട്ട് ആലോചിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ട് സമസ്തയുടെ പ്രസിഡന്റായിരുന്ന ബഹുമാനപ്പെട്ട KK ഹസ്രത്തിന്റെ മുമ്പിൽ 4-5 കൊല്ലം കിതാബ് ഓതി പഠിച്ചിട്ടുണ്ട് കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ. ആ കാലഘട്ടത്തിൽ ഉസ്താദെ സേവിച്ചുകൊണ്ട് അദ്ദേഹം നടന്നെങ്കിലും പിന്നീട് ഹസ്രത്തിന്റെ കസർത്തി എന്ന ലേഖനമാണ് സ്വന്തം ശിഷ്യന്റെ ലേഖനത്തിന്റെ പേരിൽ കണ്ണുനീര് പഠിച്ചിട്ടുള്ള മഹാനായ KK ഹസ്രത്ത്. ആ കണ്ണുനീരിന്റെ തിക്തഫലമാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പടച്ചറബ് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇനി നോക്കി ഇങ്ങൾക്കൊരാളെ കാണാ, ജാലിയാവാല. ഇതാണ് ആ മുതല്.
ആരാണ് ജാലിയൻവാല ഏത് എന്തോ ഒരു സംഭവമാണെന്ന് കരുതിയ ആളെ കാണാത്തോണ്ട് ഇതാണ് ഈ ജാലിയൻവാല എന്ന് പറഞ്ഞ ആള്. ഇത് കുപ്പായിട്ട പോട്ടെ അപൂർവമായി കിട്ടിയത് മൂപ്പർ സാധനം പരികെട്ടാണ് നടക്കല്. ഇദ്ദേഹമാണ് കാന്തപുരത്തിന്റെ ഷെയ്ഖ്, മുറബിയായ ഷെയ്ഖും ഖാദിരിയ ത്വരീഖത്തിലെ ഷെയ്ഖും ഉസ്താദുമാണെന്നൊക്കെ പറഞ്ഞത്. ഇദ്ദേഹത്തിന് മുമ്പിൽ എവിടുന്നാണാവോ കാന്തപുരം കിതാബ് ഓതിയത്? അല്ലാഹു അഅലം. ഈ മനുഷ്യരെ സംബന്ധിച്ച് ഈ മനുഷ്യരെ കൂടെയാണ് രാമന്തലി 10-70 ദിവസം നിന്നിട്ടുള്ളത്. ഇയാളടുത്താണ് 2-3 ദിവസം ജിഷാൻമായി പോയി നിന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ മക്കളാണ് ഹമീദ് വൈസിയുടെ നേതൃത്വത്തിലുള്ള സംഘം പോയിട്ടുള്ളത്. ഇയാളത്തെ അടുത്താണ് നൗഷാദ് അഹ്സയുടെ നേതൃത്വത്തിലുള്ള ആളുകൾ പോയിട്ടുള്ളത്. പോരവർക്കൊക്കെ ബോധ്യപ്പെട്ടിട്ടുണ്ട് സത്യത്തിന്റെ ഏകദേശം കണിക ഈ മനുഷ്യന്റെ പക്കലില്ല. ഇയാൾ കൊടുത്ത മുടിയായിട്ടാണ് റസൂലുള്ളാഹിന്റെ മുടിയാന്ന് പറഞ്ഞിട്ട് ഇവരെ നടക്കുന്നത്. ഇൻഷാ അല്ലാഹ് സൗകര്യം പോലെ പറയാ. ഈ സദസ്സിലുള്ള ആളുകൾ മനസ്സിലാക്കാൻ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ, വ്യാപകമായി ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സംഗതിയുണ്ട്. നിങ്ങളത് കേട്ടിട്ടുണ്ടാവും. എന്താ പറയണത്? ഹമീദ് വൈസി പറഞ്ഞിട്ടുണ്ടല്ലോ മർക്കസിൽ മുടിയുണ്ട് എന്ന്. അതാണ് ഞങ്ങളെ തെളിവ്. ഓ, വലിയ തെളിവായിട്ട് അവർ ബാക്കിയൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഹമീദ് വൈസി പറഞ്ഞിട്ടുണ്ട് അവിടെ ഖസ്റജിന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ മുടിയുണ്ട്, ആ മുടിയാ ഞങ്ങൾക്ക് കിട്ടിയത്. അത് ഞാൻ ഹമീദ് വൈസി തിരുത്തി പറഞ്ഞാലും വേണ്ടിയില്ല, ഞങ്ങൾക്കതാ വിശ്വാസമുള്ളത്. എന്താ ഹമീദ് വൈസി പറഞ്ഞതിന്റെ പൊരുളെന്താണ്? ഞാൻ ഹമീദ് വൈസി അതിന്റെ വിശദീകരണം നൽകിയത് ഞാനിവിടെ കേൾപ്പിക്കും. ഹമീദ് വൈസി പറഞ്ഞിട്ടുണ്ട്, എന്റെ ആ ക്ലിപ്പിട്ട് നിങ്ങൾ ദുർവ്യാഖ്യാനം നടത്തരുത്, ആ ക്ലിപ്പ് ദയവ് ചെയ്ത് നിങ്ങൾ ഇടരുത്. എന്താണ് അതിന്റെ വസ്തുത? ഇടയ്ക്കിടയ്ക്ക് അബൂദാബിയിൽ പോകാറുള്ള ബഹുമാനപ്പെട്ട ഹമീദ് വൈസിയോട് അവിടുത്തെ ഒരു സുഹൃത്ത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇതവിടെ ഖസ്റജിന്റെ അടുത്ത് റസൂലുള്ളാഹിന്റെ മുടിയുണ്ടത്രേ, റസൂലുള്ളാഹിന്റെ മുടിയുണ്ടത്രേ, അത് പ്രദർശിപ്പിക്കാറുണ്ട്, ഒന്ന് പോയി കാണില്ലേ? ഹമീദ് വൈസി പറഞ്ഞ് നമുക്ക് പോകാം, തിരക്കോട് ചിലപ്പോൾ സാധിക്കാതെ വരും. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മുടി കാന്തപുരത്തിന് കൊടുത്തു എന്ന് കേൾക്കുന്നത്. ഹമീദ് വൈസിയുടെ വാക്ക് ഞാൻ ഇൻഷാല്ലാഹ് കേൾപ്പിക്കും. ഹമീദ് വൈസി പറയാണ്, ഞാൻ ആലോചിച്ചു, പടച്ചോനെ റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട കേസം എങ്ങനെ കാന്തപുരത്തിന്റെ കയ്യിലെത്തി? ഏതായാലും അതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പിറ്റത്തെ വർഷം ഞാൻ വീണ്ടും അബൂദാബിയിൽ ചെന്നു. അവിടെ ചെന്നപ്പോ മുമ്പത്തെ കൊല്ലം മർക്കസ് കൊടുത്ത മുടി വീണ്ടും അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇതെന്തു മറിമായമാണ്! ഈ വരെ ഉണ്ടാകുന്ന കേസം കാന്തപുരത്തിന് കൊടുത്തത് മർക്കസിലുണ്ട്, അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ട്. അബൂദാബിയിൽ വന്ന് നോക്കുമ്പോൾ ആ മുടി ഇവിടെയും പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ്, ഒരു മുടിയല്ല, 2 മുടിയല്ല, 3 മുടിയല്ല, 100 കണക്കിന് മുടികളുള്ള കെട്ടാണ് ഈ ഖസ്റജിന്റെ വീട്ടിൽ കാണുന്നത്. ഹമീദ് വൈസി പറഞ്ഞു, ആദ്യം ഒരു മുടിയുണ്ടെന്ന് വിശ്വസ്തനായ എന്റെ സുഹൃത്ത് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. പിന്നീട് അവിടെ പോയി പഠിച്ചപ്പോൾ അത് വ്യാജമാണ്, അത് കള്ളത്തരമാണ് എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ തിരുത്തി പറയുന്നു. അതുകൊണ്ട് എന്റെ ആദ്യത്തെ പ്രസംഗത്തിന് ക്ലിപ്പ് കേൾപ്പിച്ച് സമുദായത്തെ വഞ്ചിക്കുന്നു. ഹമീദ് വൈസി സമുദായത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ആ സത്യം മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. തെറ്റുപറ്റിപ്പോയാൽ തിരുത്തുക എന്ന മാന്യതയുള്ളവരുടെ അടയാളമാണ്. ഉസ്താദ് പറയട്ടെ, സമയക്കുറവ് കൊണ്ട് വേഗത്തിൽ ചില കാര്യങ്ങൾ കേൾപ്പിക്കുകയാണ്. സത്യം പറഞ്ഞപ്പോ എന്റെ ഒരു ക്ലിപ്പിംഗ് വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, സത്യത്തിൽ ലോകത്ത് പല സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുടിയുണ്ട്. വെല്ലൂരിലുണ്ട്, കാശ്മീരിലുണ്ട്, തുർക്കിയിലുണ്ട്, പല സ്ഥലങ്ങളിലും ഉണ്ടെന്നപോലെ അബൂദാബിയിൽ ഖസ്റജി ഫാമിലി മുടിയുണ്ട് എന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇപ്പൊ അബൂദാബി ഖസ്റജി ഫാമിലി അങ്ങനെ മുടിയുണ്ട് ഹമീദ് വൈസി പറഞ്ഞല്ലോ, അതന്നെയാണ് ഈ മുടി എന്നാണ് പറയുന്നത്. ഏറ്റവും വലിയ തെളിവ്, ഞാൻ വളരെ ആധികാരികമായ ഒരു ഉത്തരവാദപ്പെട്ട ആളായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു അതുകൊണ്ട് ശരിയെന്നുള്ളതാണ് കാന്തപുരം വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ട് നെറ്റിലൂടെ. ഞാൻ വിനയപൂർവ്വം പറയട്ടെ, ഞാൻ അബൂദാബിയിൽ 10-16 വർഷക്കാലമായി ഇടയ്ക്കടെ പോകാറുണ്ട്. ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായി എന്നോട് സുഹൃത്ത് ഇടയ്ക്കടെ പറയും, നമ്മുടെ ഖസ്റജിന്റെ വീട്ടിലൊരു മുടിയുണ്ട് വിശ്വാസമാണ്, അത് റബീഉൽ അവ്വൽ പ്രദർശിപ്പിക്കും, റമദാനിൽ പ്രദർശിപ്പിക്കും. ഈ സുഹൃത്ത് സത്യസന്ധനാണ്, ഒന്ന് പോയി കണ്ടുപിടിക്കും. കാണാൻ പറഞ്ഞു നമുക്ക് സമയം കിട്ടൂല, അങ്ങനെ നീണ്ടുപോയി. പക്ഷെ എന്റെ മനസ്സിൽ സത്യസന്ധരായ സുഹൃത്തുക്കളെ പറഞ്ഞപ്പോൾ എന്റെ മനസ്സിൽ വേരുന്നി. ഞാൻ സ്വാഭാവികമായി പറഞ്ഞ കൂട്ടത്തിൽ അവിടെ ഒരു മുടിയുണ്ട്, അവരെ പാരമ്പര്യമായി സൂക്ഷിച്ചു വരുന്നത് എന്നേക്കും എന്റെ ധാരണ ആ നിലയ്ക്ക് ഞാൻ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അങ്ങനെയൊക്കെയുള്ള ഈ കാരന്തൂർ മർക്ക സമ്മേളനത്തിൽ സാക്ഷാൽ ആ ഖസ്റജിന്റെ വീട്ടിലെ മുടി അദ്ദേഹത്തിന്റെ മകൻ എന്ത് ചെയ്യാണ്, ഖസ്റജി വഫാത്തായി പോയി, നേരിട്ട് കൊണ്ടുവന്ന് കൊടുക്കുന്ന വാർത്തയാണ് ടെലഫോണിൽ ഇങ്ങനെ ആളുകൾ വിളിച്ചു പറഞ്ഞത്. ഞാൻ സത്യത്തിൽ അത്ഭുത ശ്രദ്ധനെ പഠിച്ചാൽ കാന്തപുരത്തിന് ഹബീബായ മുസ്തു മുഹമ്മദ് മുസ്തഫ സ്വന്തങ്ങളുടെ മുടി എത്തിച്ചേരുമോ? എന്ത് സംഭവിച്ചു? പട്ടിക്കാട് ജാമിയനൂർ അറബി കോളേജിൽ വെച്ച് എന്നോട് കുട്ടികളെ കുറിച്ച് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാനത് പറയാൻ പറ്റൂല, കാരണം അവിടെ ഒരു മുടിയുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്, പഠിക്കാനൊന്നും പറയാൻ പറ്റൂലായിരുന്നു. ഞാൻ സത്യസന്ധമായ നിലപാടിൽ ഉറച്ചു നിന്നു.
അങ്ങനെ ഇക്കാലത്ത് റബീഉൽ അവലിന് ഇപ്പൊ ഈ റബീഉൽ അവലിന് അബുദാബി ചെന്നു. അബുദാബി ചെന്ന് നോക്കുമ്പോ ഇവിടെ കൊടുത്ത മുടി വീണ്ടും അവിടെ ഉണ്ടെന്ന് അറിയാൻ സാധിച്ചു. ഇതെന്ത് കറാമത്താണ്? അപ്പൊ വിശദമായി നമുക്ക് വീണ്ടും സംശയമായി. പക്ഷെ ഇവിടെ കൊടുത്ത മുടി പിന്നെ എങ്ങനെ അവിടെ ഉണ്ടാണ്? അപ്പൊ നോക്കുമ്പോ അവിടെ ഒരു മുടിയല്ല, ആയിരക്കണക്കിന് മുടികൾ ഉള്ള ഒരു വലിയ കെട്ടാണ് അവിടെ ഉള്ളത് എന്ന് അറിയാൻ സാധിച്ചു. ഇതാ നിങ്ങൾക്ക് ആ കെട്ട് നേർക്ക് നേരെ സ്ക്രീനിൽ കാണാൻ സാധിക്കും. വിശ്വസ്തരായ നമ്മുടെ ആളുകൾ നേർക്ക് നേരെ പോയി ഫിലിമിൽ പകർത്തിയ, വീഡിയോ ക്യാമറയിൽ പകർത്തിയ അതിന്റെ ചിത്രം കൃത്യമായി കാണാൻ സാധിക്കും. അത് അന്ന് പകർത്തിയ ചിത്രമാണ്. ഇൻഷാല്ല അതിന്റെ പുതിയ വീഡിയോ ഇൻഷാല്ല ഞാൻ കാണിക്കും. ഖസാജിന്റെ വീട്ടിൽ കെട്ടുകണക്കിന് നീളമുള്ള മുടികളാണ്, കുതിരവാനുള്ളത്. അത് കുതിരന്റെ മൂട്ടിലുള്ള വാഴയുള്ള നബിയുടെ മുടിയാണെന്ന് പറഞ്ഞ് കാന്തപുരത്തിന് മുടി കൈമാറിയ ഖസ്റജിയുടെ വീട്ടിലുള്ള മുടിക്കെട്ടാണത്. അതാണ് റസൂലുള്ളാഹിന്റേതാണെന്ന് പറയുന്നത്. അന്നാണ് കാന്തപുരന് കൊടുത്തു എന്ന് പറയുന്നത്. എത്ര ഗൗരവമുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. പോട്ടെ ഇതൊക്കെ വിശ്വസിക്കാൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് നോക്കി. നിങ്ങൾ വേറെ കെട്ട് ഇതൊക്കെ റസൂലുള്ളാഹിന്റെ പേരിൽ റസൂലുള്ള നടങ്ങൾ മുറിച്ചിങ്ങനെ കൊടുക്കണേ. എന്നിട്ട് പറയാം മർക്കസിലെ മുടിക്ക് അത്ര നീളമില്ല, അപ്പൊ നീളമുള്ള മുടിയാണ് ഞങ്ങൾക്ക്, നീളമുള്ള മുടിക്കെട്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് കിട്ടിയതെങ്കിൽ മർക്കസിലെ മുടിക്ക് നീളം വേണ്ടേ? ഇങ്ങനെ മുറിച്ചാൽ കൊടുത്താൽ നീളം ഉണ്ടാകുമോ? അത് ശരി. കണ്ടെങ്കിൽ ആ ഗ്ലാസിന്റെ കൂട്ട് കാണാൻ നീണ്ട മുടിക്കെട്ട്. മഹാന്മാരൊരിക്കൽ ഇങ്ങനെ ചില്ലറ മുടികൾ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഇത്ര വലിയൊരു കെട്ട് ചരിത്രത്തിൽ ഒരു സ്വഹാബിവരന്റെ കൈവശം എത്തിപ്പെട്ടതായി രേഖകളിൽ കാണുന്നില്ല. ഇത്ര നീളം എങ്ങനെ മുടിക്ക് കൂടി, ഇത്ര വലിയൊരു കെട്ട് എങ്ങനെ കൈവന്നു എന്ന് ആധികാരികമായി സ്ഥിരീകരിക്കപ്പെടേണ്ടതാണ്. സ്ഥിരീകരിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. നമ്മുടെ സംശയം വർദ്ധിച്ചു. സ്വാഭാവികമല്ലേ സംശയം? അപ്പോഴാണ് മനസ്സിലാക്കിയപ്പോ കഴിഞ്ഞത് ഈ മുടി ഹസ്രത്ത് കുടുംബത്തിൽ പാരമ്പര്യമായി വന്നതല്ല. കൃത്യമായി നമ്മൾ അന്വേഷിച്ചു. പാരമ്പര്യമായി വന്നതല്ല. ഇപ്പോ ഈ ഇരിക്കുന്ന ബഹുമാന്യനായ ഖസ്റജയുടെ പുത്രൻ പുറത്തുനിന്ന് സംഘടിപ്പിച്ചതാണ് എന്ന് കൃത്യമായി അറിഞ്ഞപ്പോൾ നമ്മുടെ സംശയം നേരത്തെ അവിടെ പാരമ്പര്യമായി ഉണ്ടായിരുന്നു എന്ന ധാരണ മനസ്സിൽ തിരുത്തപ്പെടേണ്ടി വന്നു. ഇത് പുറത്ത് സംഘടിപ്പിച്ചതാണ്. സ്വാഭാവികമായും അത് കൃത്യമായി ആധികാരികമായ രേഖ അതിന്റെ സനദില്ലാതെ നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ചാൻസും ഇല്ല. ഇത് സംശയാസ്പദമായ ഒരു വലിയ വിഷയമായി മനസ്സിൽ സ്ഥാനം പിടിച്ചു. അപ്പൊ ഞാൻ നേരത്തെ കൂടി ഉണ്ട് എന്ന് പറഞ്ഞത് ശരിയാണ്. പിന്നീട് അത് പിതൃപരമ്പരയുടെ വന്നതല്ല എന്ന് സ്ഥിരപ്പെട്ടു എന്നത് ശരിയാണ്. ഇനി എന്റെ ക്ലിപ്പിംഗ് വെച്ചിട്ട് ആ മുടി ഞാൻ അംഗീകരിച്ച മുടിയാണ്, അതുകൊണ്ട് കാന്തപുരം അംഗീകരിക്കുന്നു എന്ന് ദയവ് ചെയ്ത് കാന്തപുരത്തിന്റെ പ്രവർത്തകന്മാർ കാന്തപുരത്തിന് വേണ്ടി പ്രചാരണം നടത്തേണ്ടതില്ല എന്ന് സവിനയം ഉയർത്തുകയാണ്. സ്വാഭാവികമായും അറിഞ്ഞത് പറഞ്ഞു. കൂടുതൽ പഠിച്ചപ്പോൾ കൃത്യമായി ബോധ്യപ്പെട്ടത് നാം വിശദീകരിക്കുകയും ചെയ്യുന്നു. കണ്ടമായി അദ്ദേഹം അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആളുകൾ ആ വിഷയത്തിൽ വഞ്ചിതമായി പോകരുതെന്ന് സാന്ദർഭികമായി പറയാൻ. അങ്ങനെ തങ്ങളെ കൈവശമുള്ളത് റസൂലുള്ളാഹിന്റെ മുടിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് സംവാദത്തിന് വേണ്ടി വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി നിങ്ങൾ വന്നല്ലോ. എന്ത് മർക്കസിലെ മുടി നബിയുടേതാണെന്ന് പറയൂ എന്ന് ബഹുമാനപ്പെട്ട വളരെ വ്യക്തമായി ചോദിച്ചിട്ട് 3-3.5 മണിക്കൂർ നിങ്ങൾ മൂക്കിച്ചിട്ട് എന്താ നിങ്ങളത് പറയാതെ പോയത്? വലിയ കിതാബ് തിരിയുമെന്നൊക്കെ നിങ്ങൾ പറയാറുള്ള സാക്ഷാൽ അബ്ദുൾ റഷീദ് സഖാഫി ഏതെങ്കിലും ആ സംവാദ വ്യവസ്ഥയിൽ വന്നല്ലോ. അയാൾ ഈ സംവാദ വ്യവസ്ഥയിൽ 3-3.5 മണിക്കൂർ കഴിയും വരെ കാരണം എന്താണ് ഉണ്ടാതിരുന്നത്? ആ മുടിയെ സംബന്ധിച്ച് റസൂലുള്ളാഹിന്റെ മുടിയല്ലെന്ന് സാധു പറഞ്ഞ ക്ലിപ്പ് നിലവിലുണ്ട്. അത് ഫോണിലൂടെ പറഞ്ഞു എന്ന് മാത്രം. പക്ഷെ ഇങ്ങനെ സംഘടനയുടെ പ്രവർത്തകന്മാരുടെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹം സംവാദ വ്യവസ്ഥയിലേക്ക് വരുന്നു. കൂടുതൽ ഞാൻ വിശദീകരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട 35 ബഹുമാനപ്പെട്ട കക്കുപടി ഉസ്താദ് അവറുകൾ അവരോട് ചോദിക്കുന്ന ചില വിഷയങ്ങളൊന്നും കേൾക്കിങ്ങള്. ഇത് മറുഭാഗത്തിലെ അവരുടെ നേതാക്കന്മാരെപ്പെട്ട ഒരാളാണത്. സമുദായം ശരിക്കും മനസ്സിലാകുന്നുണ്ട്. അത് കക്കുപടിയാണ്. ഞങ്ങൾ ഇത്ര വിട്ടും ചെയ്യുന്നതിനാ നടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നിങ്ങളെ ലൈവിന്റെ കാര്യമൊന്നും പറയണ്ട. ഞങ്ങൾ പറഞ്ഞ ലൈവിന്റെ കാര്യം എന്താ? റഷീദ് സഖാഫി ഫോണിലൂടെയാണെങ്കിൽ തുറന്നോളെ. റഷീദ് സഖാഫി അതാണ് റഷീദ് പറഞ്ഞത്. ഫോണിലൂടെയാണെങ്കിൽ റഷീദ് സഖാഫി എങ്ങനെ അറിയില്ല ജിഷാനോട് എന്തൊക്കെ പറഞ്ഞത്? നിങ്ങൾ മുന്നിലൂടെ നിങ്ങളെന്ന ജീവനില്ലാത്ത അന്ന് നിങ്ങൾക്കാണ്
തലക്കരി ഭാഗത്ത് ഈ തലക്കരിയിരിക്കുന്ന ആളാണ് ഏലംകുളം റഷീദ് സഖാഫി. അയാളെ പറ്റിയാണ് അയാൾ മുഖത്ത് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ മുടി റസൂലുള്ളാഹിന്റെതല്ല, നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, എന്താ നിങ്ങൾ മിണ്ടാത്തുന്നാ ചോദിക്കണം. മുമ്പ് മുണ്ടിയിട്ടെന്നല്ല. മണലടി ആഹാരത്തിലല്ലേ? മണലടി അല്ല, ഇപ്പൊ മണ്ണാക്കാരിൽ രണ്ടാളുണ്ട്, ദുനിയാവ് തന്നെയാണ്. ദൈവം പറയണേ എന്താ ഉണ്ടാക്കുന്നത്? മിണ്ടാശിക്കാതി മിണ്ടാൻ കഴിയില്ലൊക്കെ. നിങ്ങൾ ദിശാരോട് പറഞ്ഞെന്താ? അതാണ് ഞങ്ങള്, അതാ ദിശാരോട് പറഞ്ഞേ, ലൈവാണ് നിർത്തിക്കഴിഞ്ഞാൽ സ്വകാര്യത്തെ വിളിച്ചു ചോദിച്ചാൽ മതി. ഋഷിസക്കാഫി ആ മുടി രസം അല്ലേ അമ്മക്കറിയ ഒരു നാല് തിരിയും കിട്ടും. അതേ നാ മുടി അമ്മക്കറിയില്ലേ? ദിശാരോട് തുറന്നു പറഞ്ഞില്ലേ? ആത്മാർത്ഥം നിനക്ക്, ആത്മാർത്ഥം അല്പം തൊട്ടുവരുണ്ടോ? അതെല്ലാം മൈക്ക് പിടിക്കാത്ത നിൽക്കേ. എന്തൊക്കെ മൈക്ക് തരാത്തത്? നിങ്ങൾ അന്ന് പള്ളിക്കെന്ന് പറഞ്ഞ ജീവനില്ലാത്ത എന്നെ ഇപ്പൊ ജീവനുള്ള ഒരു കുഴപ്പവുമില്ലാതെ മുന്നിലത്തെ റഷീസക്കാവിക്ക് ആ ക്ലിപ്പിനെ കുറിച്ച് ഒരു അക്ഷരം ഉണ്ടാകാൻ കഴിയാത്തത് കൊണ്ടാ. അതാ റോഷാ സാഹിബ് പറഞ്ഞതെന്ത്? ഇത് ഓഫാക്കി വെച്ച് കഴിഞ്ഞാൽ റഷീദ് തുറന്നു പറയും, റഷീസക്കാവ് തുറന്നു പറയുമെന്ത്? അത് റസൂലുള്ളാഹിയല്ല. പിന്നെ പുറത്തെങ്ങനെ പറയാ? സൈഡും പറയും. സൈഡ് ഇപ്പൊ ചെയർമാനല്ലേ, നമ്മുടെ എത്തിയിലെ ചെയർമാനല്ലേ, അതുകൊണ്ട് മൈക്ക് നീക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ ദിശാനായോട് പറഞ്ഞ ക്ലിപ്പ് നിവർത്തുന്നല്ലോ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമല്ലേ? എന്താ സാഹചര്യ ഇത്രയും പ്രായമായിട്ടെങ്കിലും ഇനിയെങ്കിലും മാറി ചിന്തിച്ചുകൂടെ? അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ടല്ലേ കളിക്കുന്നത്, മുത്തുനബിയെ കൊണ്ടല്ലേ കളിക്കുന്നത്? അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ട് കളിപ്പിക്കുമ്പോ ഞങ്ങളെ ജീവനുള്ള കാലത്തോളം ഞങ്ങൾ അനുവദിക്കില്ല, ഒരിക്കലും അനുവദിക്കില്ല. നിങ്ങൾക്കറിയോ സനദിന്റെ പറഞ്ഞ് കാന്തവരം, എന്നിട്ടതാ സപ്രമുഖന് കിട്ടി സനദൊക്കെ പറഞ്ഞിട്ട് പിന്നെ പുറത്തിറങ്ങി പറഞ്ഞത് സനദല്ല നസബയാണ്. പിന്നെ പറഞ്ഞു അത് ഒരു സംക്ഷിപ്തമായ സനദാണ്, അടിരേഖ അവിടെയാണ്. കണ്ടങ്ങളെ ഒരു മുഖാമുഖത്ത് ഒരു സംവാദത്തിനിരിക്കുമ്പോ സംവാദത്തിന്റെ വ്യവസ്ഥ എഴുതുമ്പോൾ രണ്ട് വിഭാഗത്തിന്റെ വാദം എഴുതണം. നമ്മുടെ വാദമെഴുതി കാരന്തൂർ മർക്കസിൽ കാന്തപുരം കൊണ്ടുവന്നിട്ടുള്ള മുടികൾ നബിയുടേതല്ലെന്ന് തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. SKS വാദം എഴുതി കൊടുത്തു. ആനന്ദമായിട്ടുണ്ടത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മർക്കത്തിൽ സൂക്ഷിച്ചിട്ടുള്ള മുടി നബിയുടേതാണെന്ന് ഞങ്ങൾ തെളിയിക്കുമെന്ന് അവർ പറയേണ്ടത്. അവർ അധികരിക്കാൻ തയ്യാറായില്ല. അവർ പറഞ്ഞത് ബർക്കത്തെടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ പറഞ്ഞു നമുക്ക് രണ്ടാമത് ചർച്ച ചെയ്യാം, ആദ്യം ഇത് വരട്ടെ. അതുകൊണ്ടാണ് ചർച്ച വഴിമാറ്റാൻ വേണ്ടി സാധാരണക്കാർക്ക് തിരിയാത്ത അറബിയിലെ ചില പുതിയ പുതിയ കളിയകൾ പുറത്തിട്ടുകൊണ്ട് സാധാരണക്കാരായ ആളുകൾക്ക് തിരിയാത്ത ശറഹു തഹരീബിലെ ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട്, അതുപോലെ അറബി വ്യാകരണത്തിലെ ചില വിഷയങ്ങൾ എടുത്തിട്ടുകൊണ്ട് തടി തപ്പാൻ നോക്കിയപ്പോൾ MT ദാരിമി കൈയോടുകൂടി അത് പിടികൂടി. വരട്ടെ. സാലിബ കുജിന്റെ ജുസി പറഞ്ഞു കഴിഞ്ഞാൽ മൂജബ ജുസി മതി മാണിക്കല്ലേ സാലിബ കുല്ലിക്ക് നക്കീലാവാൻ. സാധാരണക്കാർക്ക് എന്ത് മൂജബ കുല്ലി? സാധാരണക്കാർക്ക് ഇതൊക്കെ കളയ, അത് പറയുന്ന സമയം കളയാ. MT ദാരിമം കൈയോടുകൂടി പിടികൂടി. ജുസി മതി മാണിക്കല്ലേ സാലിബ കുല്ലിക്ക് നക്കീലാവാൻ. മൂജബ ജുസിക്ക് മതി പോരെ പോരെ ഇങ്ങനെ ആക്കി നിൽക്കുന്നത്. എന്ത് സാലിബ കുല്ലി ഇന്ന ഈ കൊല്ലത്തിലാവൂ? അല്ലാഹു അന്തം തരട്ടെ. അല്ലാഹുവേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആദരവോടെ നിലനിൽക്കണം. അതിന് മറുപടി ബഹുമാനപ്പെട്ട MT ദാരിമി പറയണേ. കിതാബ് തിരിയില്ലെങ്കിലേ ഓതി പഠിപ്പിച്ചു തരാം. നേരത്തെ എന്താ സക്കാത്ത് പറഞ്ഞത്? സാലിബ പള്ളി എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് എഹ്തിമാലുണ്ട്. ആ എഹ്തിമാലൊന്നും ഇല്ലാത്തതുകൊണ്ട് റസൂലുള്ളാഹിന്റെ അല്ല, അതുകൊണ്ടാണ് സാലിബ പള്ളി എന്നല്ലേ പറഞ്ഞത്. അതാണ് മൗദൂഅ്. ഈ വാചകത്തിന്റെ മൗദൂഅ് എന്താണെങ്കിൽ കിതാബ് തിരിയില്ലെങ്കിൽ ഓതി പഠിക്കാൻ വേണ്ടി നമ്മൾ ദർശകളാണ് കേട്ടോ. ഇതിപ്പോ നേരത്തെ പറഞ്ഞ എഹ്തിമാലുണ്ടെങ്കിൽ ആ സാലിബ പള്ളി പോലെ ഇപ്പൊ പറഞ്ഞ മൂജബ ജുസി കൊണ്ടുപോലെ എഹ്തിമാലാണ് മൂജബ ജുസി. എന്റെ സഫാഹത്താണ് ഇത് പറയുന്നത്. പാട്ട് വിട്ടിത്തരം കിതാബ് ഓതി പഠിക്കാതെ തോന്നിയാസം പറയാം. ഇവരെന്താ ഞങ്ങളെന്താ എഴുതി തന്നത്? ഞങ്ങൾ കൃത്യമായി എഴുതി തന്നു. അതിന് പരിപൂർണ്ണ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. കുറുപ്പത്താലിങ്ങിൽ നിന്നും നല്ല ഒരു ലൈവ് കൊളത്തൂർ കുറുപ്പത്താലിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇൻഷാ അല്ലാഹ് അത് തീരുന്നു. നമുക്ക് ഇനി ദിക്ർ ദുആ മജ്ലിസിലേക്ക് പോവേണ്ടതുണ്ട്. അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രശസ്ത പണ്ഡിതൻ മുസ്തഫൽ ഫൈദിയുടെ ഇന്നത്തെ ബുശ്റാത്തുൽ യൗമിൽ എന്ന അതിൽ ക്ലാസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഷഫീഖാണ് ഇതുവരെ ലൈവ് എത്തിച്ചെന്ന് അദ്ദേഹത്തിന് പ്രത്യേകം കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.
ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട ചെയർമാൻ പൂക്കോയ തങ്ങളെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. ഇൻഷാ അല്ലാഹ് ദിക്ർ മജ്ലിസിലേക്ക് എല്ലാവരും